അർഹതപ്പെട്ടവരുടെ കയ്യിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ നേതൃത്വം ഒരു ഓർത്ത് നോക്ക് നിങ്ങൾ. എത്രത്തോളം എന്ന് ചോദിച്ചു. ഒരു ഇൻവെർട്ടർ വീട്ടിൽ വെച്ച് എന്താ കുഴപ്പം? അതും ഒരു ശിഷ്യൻ തിരിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു സൂക്ഷ്മത, പള്ളി അപ്പുറത്തിന്റെ പള്ളിയിൽ ഇൻവെർട്ടർ ഇല്ലാതെ എന്റെ വീട്ടിൽ ഇൻവെർട്ടർ വേണോ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ. ഒരു മനുഷ്യൻ ഒരിക്കലും മുത്തഖീങ്ങളുടെ ഗണത്തിൽ പെടൂല. ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ. ഒരു തെറ്റില്ലാത്തത് തെറ്റ് വന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് തെറ്റില്ലാത്തതിനെയും ഒഴിവാക്കാതെ, തെറ്റ് വരുമോ എന്ന് പേടിച്ചിട്ട് തെറ്റില്ലാത്തതിനെ ഒഴിവാക്കുക. ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി, ഒരു തെറ്റില്ലാത്തതിനെ ഒഴിവാക്കുക. അത് ഹറാമൊന്നുമല്ല, എന്നാലും വേണ്ട. ഹദറൻ, പേടിച്ചുകൊണ്ട്, മിമ്മാ ബിഹി ബഅസുൻ, എന്തെങ്കിലും ഒരു അബദ്ധം അതുകൊണ്ട് വരുമോന്ന് പേടിച്ചിട്ട് സുബഹത്ത് പോലും വേണ്ടെന്ന് വെക്കുന്ന ആളുകൾ, ഹലാല് പോലും ഉപേക്ഷിക്കുന്ന ആളുകൾ, അങ്ങനത്തെവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ നയിച്ചത്. ഇത് സൂക്ഷ്മതയുടെ അങ്ങേയറ്റമാണ്. ഇതാണ് സൂക്ഷ്മതയുടെ അങ്ങേയറ്റം. അങ്ങനെയാണ് നമ്മുടെ നേതാക്കൾ സമസ്തയെ വളർത്തിക്കൊണ്ടുവന്നത്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉദ്ധരണി കാണാം. മല്ലം യൻദുർ ഫി ദഖീഖ് മിനൽ വറഅ്, വറയിൽ നിന്ന് ഏറ്റവും താഴ്ന്നതിനെ പോലും ഒരുത്തൻ പരിഗണിച്ചില്ലെങ്കിൽ ലം യസിൽ ഇലൽ ജലീൽ മിനൽ വറഅ്, വറഇന്റെ ഔന്നത്യം കൊണ്ട് പ്രാപിക്കാവുന്ന മേഖലയിലേക്ക് എത്തുകയില്ല. അപ്പൊ വറഇന്റെ ഏറ്റവും താഴ്ന്ന പടിയെ നമ്മുടെ നേതാക്കൾ ശരിക്കും മുറുകെ പിടിച്ചിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിനാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, അത് തലക്കലാണെങ്കിൽ സമസ്ത സ്ഥാപിച്ച കാലത്തുള്ളതാണെങ്കിൽ ഇന്നലെ കടന്നുപോയ മനുഷ്യൻ വരെ അത് മുറുകെ പിടിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വത്തോട് കിടപിടിക്കാൻ കേരളത്തിൽ സമസ്തയല്ലാത്ത ഒരു സംഘടനയുമില്ല എന്ന് പറയാൻ ആർജവത്തോടെ നമുക്ക് കഴിയും. നമ്മുടെ നേതാക്കളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് അഭിമാനിച്ചുകൂടെ അവരെ പിന്നെ നിൽക്കാൻ കഴിഞ്ഞതിന്? വേറെ ചില ആളുകൾ പണം കൊണ്ടും പ്രതാപം കൊണ്ടും ഐശ്വര്യം നേടാൻ ശ്രമിക്കുന്നു. അവരെക്കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞാൽ എന്താ? അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മൻ തഅല്ലമ ഇൽമൻ യുബ്താ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിന്റെ പ്രീതി മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പഠിക്കേണ്ട ഇൽമ്, ലാ യതഅല്ലമു ഇല്ലാ ലിയുസീബ ബിഹി അർദൻ മിനദ് ദുനിയ, ദുന്യവിയായ കാര്യലാഭത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നു, മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു, ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, നാളെ പരലോകത്തിൽ അയാൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭ്യമല്ല. ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പടച്ചടവ് വഴിയൊരുക്കും ചെയ്യും. ഞാനതൊക്കെ പറയുമ്പോൾ നമ്മുടെ നേതാക്കളെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കണ്ണീര് വരുമെന്ന് മാത്രമല്ല, നമ്മുടെ നിൽക്കുന്ന തറയുടെ ഉറപ്പ് ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും. ഒന്നുകൂടി ഈ പാർലസാനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കണം, വെറുതെ ഒരു മധുഹിന് വേണ്ടി പറയല്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായതുകൊണ്ട് പറയില്ല. നമ്മൾ അവരൊന്നും ജീവിതകാലത്ത് അത്ര അടുത്തറിഞ്ഞിട്ടില്ല. മരിച്ചു നോക്കുമ്പോഴല്ലേ അവരുടെ മഹത്വമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അദ്ദേഹത്തെ ശരിക്കും അടുത്തറിയുന്ന ആളുകൾ പറയുന്നു, അദ്ദേഹം നേരത്തെ തന്നെ മരണത്തിന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ശംസുലമയെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? മാനു മുസ്ലിയാരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? ഉമർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയാറില്ലേ? ഞാൻ തന്നെ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ മരണത്തിന് വേണ്ടി നേരത്തെ ഇങ്ങനെ ഒരുങ്ങി നിന്നത്. അവരതിനു വേണ്ടി നേരത്തെ ചെയ്ത ചില പ്രവർത്തനങ്ങൾ. അതിലും അപ്പുറമാണ് നമ്മൾ കേട്ടു നോക്കുമ്പോൾ പാർലസാന്റെ കഥ. കഴിഞ്ഞ എല്ലാ പരിശുദ്ധമായ ബലിപെരുന്നാളിന്റെ സമയത്തും ഉളുഹിയത്ത് നടക്കുമ്പോ ഇന്നും ജീവിച്ചിരുന്ന പുല്ലാളൂരുകാരൻ ഒരു മുഹമ്മദ് സാഹിബ്, പുല്ലാളൂർ മുഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന ഒരു പൗരപ്രമുഖൻ, സാധാരണക്കാരൻ. അദ്ദേഹം എല്ലാ ഉളുഹിയത്തിലും ഒരു പങ്ക്, 7-1 ഒരു പങ്ക് ബഹുമാനപ്പെട്ട പാർലസാനെ കൂട്ടും എല്ലാ വർഷവും. ഈ വർഷം അദ്ദേഹത്തിന്റെ ഇക്കഴിഞ്ഞ പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം ഉളുഹിയത്തിന് വേണ്ടി ഉസ്താദിനെ കൂട്ടി. സാധാരണ പോലെ ഉസ്താദിന് ഉളുഹിയത്തിന്റെ മാംസം കൊണ്ടുപോയി കൊടുത്തു. സാധാരണ പോലെ ഉളുഹിയത്തിന്റെ മാംസം കൊണ്ടുപോയി കൊടുത്തപ്പോ മാംസം സ്വീകരിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, അടുത്ത ഉളുഹിയത്തിന് നീ എന്നെ കൂട്ടണ്ട, നീ എന്റെ ഭാര്യയുടെ പേര് ചേർത്താൽ മതി. അതൊരു സൂചനയാണ്. അടുത്ത ഉളുഹിയത്തിന് ഞാൻ ഉണ്ടാവൂല. അതൊരു സൂചനയാണ്. അത് അള്ളാഹു റബ്ബുൽ ഇഷ്ടപ്പെട്ട മഹത്തുക്കൾക്ക് ഈ മരണം ഇങ്ങനെ മുമ്പിൽ വരുന്ന വിവരം എത്തിച്ചു കൊടുക്കും. അതൊരു അനുഗ്രഹമല്ലേ? മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് മടവൂർ CM ആക്കാമിൽ അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹത്തിന്റെ മകനുണ്ട് അവിടെ, ജലീൽ ബാക്കർ. താഴെയുള്ള അദ്ദേഹത്തിന്റെ റൂമിന്റെ താക്കോല് കൂട്ടിയിട്ട് മകന്റെ കൈ കൊടുത്തു. കാര്യമായ രോഗമൊന്നും അപ്പല്ല. മകന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇനി റൂം താഴത്തേക്കാക്കിക്കോ, ഈ താക്കോൽ ഇനി നീ വെച്ചോ, ഈ താക്കോൽ ഇനി നീ വെച്ചോ. പിന്നീട് മടങ്ങി വരില്ല എന്നതിന്റെ അർത്ഥം. അന്ന് മടങ്ങി വരാതിരിക്കാൻ പോയതല്ല. ആ താക്കോൽ കൈമാറുന്ന രംഗം കണ്ടു നിന്ന ആളുകളുണ്ട്, ഓർക്കണം നിങ്ങൾ. മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് താക്കോലോട് കൈമാറും. ഇങ്ങനത്തെ ഒരു രംഗം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ അനുഗ്രഹ നിമിഷം നോക്ക് നിങ്ങൾ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തിലൂടെ പഴയ പണ്ഡിതന്മാരെ കുറിച്ച് പറയും, അവരെ കുറിച്ച് മറ്റവരും പറയും. കാരണം ഒരു പണ്ഡിതന്റെ മഹത്വം പറഞ്ഞാലോ
മറ്റൊരു അത് ഏറ്റുപിടിക്കും. നേരെ മറിച്ച് അവരൊക്കെ എതിർക്കുകയും അവരൊക്കെ ആക്ഷേപിക്കുകയും ചെയ്ത സമയത്ത് പോലും സമത്വ കേരള ജംഇയ്യത്തുൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ടവർ. സൂക്ഷ്മത, അതാണ് സമത്വയുടെ മഹത്വം. നമ്മുടെ നേതാക്കൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അവിടെ തന്നെ തൊട്ടടുത്ത അദ്ദേഹത്തിന്റെ നാട്ടിന്റെ സമീപത്ത്, ഞാനിത് പറയുന്നത് പുതുതലമുറക്ക് ബോധ്യമാകാനാണ്. ഇന്നലെ മരണപ്പെട്ടു പോയ, നമ്മുടെ മുമ്പിൽ മരണപ്പെട്ടു പോയ, കഴിഞ്ഞ മുഹറം മാസം 13 അദ്ദേഹം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. കുറച്ച് സമയമല്ലേ ആയുള്ളൂ. മച്ചക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ കുറച്ചപ്പുറത്ത് ജോലി ചെയ്യുന്ന സ്ഥലം. അവിടെ ഒരു കുടിരിക്കലിന് പോയി അദ്ദേഹം. രാവിലെ കുടിരിക്കലിന് പോയപ്പോൾ അവിടുത്തെ 4 മുത്തഅല്ലിമീങ്ങളും അദ്ദേഹവുമാണ് പോയത്. ഉസ്താദിന്റെ കയ്യിൽ മൊത്തം പൈസ കൊടുത്തു. 500 രൂപ ഉസ്താദിന്, 100 രൂപ വീതം മുത്തഅല്ലിമീങ്ങൾക്ക്. ഉസ്താദിന്റെ 500 രൂപ ഉസ്താദ് തിരിച്ചു വന്നിട്ട് ആ കുട്ടികൾക്ക് പള്ളിയിൽ നിന്നാണ് കൊടുക്കുന്ന സംഗതി. വളരെ മുമ്പുള്ളൊരു സംഗതിയാണ്. അവിടുത്തെ അതിൽ അനുഭവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ എന്നോട് പറയുന്നത്, 500 രൂപ ഉസ്താദ് എടുത്തു, ബാക്കി കുട്ടികൾക്ക് 100 വീതം കൊടുത്തപ്പോൾ ഒരു 100 രൂപ ബാക്കിയായി. വീട്ടുകാരൻ കൊടുത്തപ്പോൾ ശ്രദ്ധിക്കായിട്ടോ എണ്ണം നോക്കായിട്ടോ എങ്ങനെ കൊടുത്തതാ. 500 രൂപ ഉസ്താദ് എടുത്തോളൂ, കുട്ടികൾക്ക് 100 വീതവും കൊടുത്തേക്കാൻ പറഞ്ഞു. 500 രൂപ ഉസ്താദ് എടുത്ത് കുട്ടികൾക്ക് 100 കൊടുത്തു, ബാക്കി ഒരു 100 ബാക്കി. ഒരു മുത്തഅല്ലിമിന്റെ കയ്യിൽ ഈ 100 രൂപ ആ വീട്ടുകാരന് തിരിച്ചു കൊടുത്തയച്ചു. അത് ഹലാലാവൂല. അത് തിരിച്ചു കൊടുത്തയച്ചു. സാമ്പത്തിക രംഗത്ത് അഴിമതി പേറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഇന്ന് കേൾക്കുന്നു. സമത്വ കേരള ജംഇയ്യത്തുൽ പിൽക്കാല ട്രഷറായി വന്ന ഈ മഹാന്റെ ദർസിൽ നിന്നും ഒരു 100 രൂപ ഒരു പൗരപ്രമുഖന്റെ വീട്ടിലേക്ക് ഒരു കുട്ടി തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക. 4 കുട്ടികൾ 400 രൂപ എടുത്തു, ബാക്കി 100 രൂപ ഉണ്ട്, ഇത് തിരിച്ചു തരാൻ ഉസ്താദ് പറഞ്ഞിരിക്കുന്നു. അയാളെ പോലും അത്ഭുതപ്പെട്ടു. ഇതിങ്ങനെ വായിക്കുമ്പോൾ ചരിത്രത്തിൽ ഓർമ്മ വരുന്നത്, അവിടെ പോയി മൗലിദ് ഓതി ഉദ്ഘാടനം ചെയ്ത് കൊടുത്ത് തിരിച്ചു വന്നിട്ട് തൃപ്തിയോടെ കൊടുത്ത പൈസ, ഇത് 100 രൂപ എനിക്ക് ഹലാലില്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പഠനാവശ്യാർത്ഥം ചെന്നിട്ട് ഷാമിൽ നിന്ന് ഖുറാസാനിലേക്ക് അദ്ദേഹം പോയി. എന്തിനാ? ഖുറാസാനിൽ അദ്ദേഹം പഠനത്തിന് പോയ സമയത്ത് ഒരു പേന, ഒരു കലം കടം വാങ്ങിയിരുന്നു. ആ കടം വാങ്ങിയ ഒരു പേന തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഷാമിൽ നിന്ന് ഖുറാസാനിലേക്ക് നടന്നുപോയി എന്ന് താരീഖിന്റെ കിതാബിൽ കാണാം. ഫീ റദ്ദി കലമിൻ ഇസ്തഅറഹു മിൻഹാ. അവിടുന്ന് വാങ്ങിയ ഒരു പേന തിരിച്ചു കൊടുക്കാൻ നടന്നുപോയ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു എന്ന പൂർവ്വസൂരിയെ അനുസ്മരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ, നമ്മുടെ ട്രഷറായി, നമ്മുടെ പണപ്പെട്ടി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അതൊരു സൂക്ഷ്മതയാണ്. അവരാണ് നമ്മളെ പഠിപ്പിച്ചത്, അവരാണ് നമ്മുടെ നേതാക്കൾ. അത് പഠിക്കണം നമ്മൾ ആദ്യം. അവിടുന്ന് തുടങ്ങണം. ജനങ്ങളെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ട്, ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ എന്തും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഇത് വെച്ചത് തുലനം ചെയ്യ്. എന്നിട്ട് പഠിക്കണം നമ്മൾ എവിടെ നിൽക്കണം. അതാ ഞാൻ പറയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത്തരം ആളുകൾക്ക് പടച്ച റബ്ബ് ആ മരിക്കുന്ന സമയത്തും അതിന്റെ മുമ്പുമൊക്കെ മരണം നല്ല ഹൈറായ രീതിയിലാകുന്നതിന് വേണ്ടി അവസരം കൊടുത്തു. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുക. അദ്ദേഹത്തിന്റെ മകൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, അസ്ലം ബാക്കവി, അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന്റെ തലേ ദിവസം, തൊട്ട് തലേ ദിവസം താടിയും മുടിയൊക്കെ നന്നാക്കാൻ പറഞ്ഞു. അതൊക്കെ നന്നാക്കി അങ്ങനെ തട്ടിക്കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഉമ്മാനോട് എന്നെ ശരിക്കും കുളിപ്പിക്കാൻ പറയും. അങ്ങനെ ഉമ്മ വന്ന് കുളിപ്പിക്കാൻ അദ്ദേഹത്തെ ഇതിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, അത്രയും മക്കളൊക്കെ കേട്ടതാ, നീ എന്നെ അന്നൊന്നും കാര്യമായ രോഗം എന്ന് പറഞ്ഞൂടാ, ആശുപത്രിക്ക് പോകാനാവുന്നതാണ്. പിന്നെ പോയി അന്ന് തന്നെ ആ സംഗതികളൊക്കെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്യാൻ കഴിയുന്ന സമയത്ത് തന്നെ നല്ല ബുദ്ധിയോട് കൂടിയാണ് അദ്ദേഹം മരിച്ചുപോയത്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. സ്വന്തം ഭാര്യയോട് പറഞ്ഞു, നീ എന്നെ നന്നായി കുളിപ്പിച്ചോ, ഒരു പക്ഷേ നിനക്ക് എന്നെ ഇനി ഇതുപോലെ കുളിപ്പിക്കാൻ പറ്റിയെന്ന് വരൂല മോളെ, ശരിക്കും കുളിപ്പിച്ചോ. ഭാര്യയോട് പറയാം. ഒരു വല്ലാത്ത രംഗല്ലേ. സ്വന്തം ഭാര്യയോട് എന്നെ നന്നായി കുളിപ്പിച്ചോ, ഇനി നിനക്ക് എന്നെ എങ്ങനെ കുളിപ്പിക്കാൻ പറ്റിയെന്ന് വരൂല. ഭാര്യ കുളിപ്പിച്ചു, നന്നായി കുളിപ്പിച്ച് തോർത്തി കൊടുത്ത് ഇരുത്തി ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോ പറയാം, നീ എന്നെ നന്നായി കുളിപ്പിച്ചു, ഇനി എന്നെ കുളിപ്പിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നിട്ടൊരു ആയത്ത് ഓതി കൊടുത്തു. യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹും എന്ന ആയത്ത് പറഞ്ഞിട്ട്, ഫഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തിൻ മിനല്ലാഹ് എന്ന് പറയുന്ന ആയത്ത് ഹും ഫിഹാ ഖാലിദൂൻ. ഇതിങ്ങനെ ഓതി കൊടുക്കുക ഭാര്യ, സ്വന്തം ഭാര്യയ്ക്ക് ഓതി കൊടുക്കുക. മരണം മുമ്പിൽ കണ്ട പോലെ നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു വലിയ മനുഷ്യൻ നമ്മുടെ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ച് കടന്നുപോയി. അവരെ പാത പിന്തുടരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവിടെ ആ സമസ്ത നിൽക്കുന്നത്. അതാണ് സമസ്ത നയിച്ച വിപ്ലവം. ഈ സൂക്ഷ്മത ഈ 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ പോലും സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് പറയുമ്പോൾ ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ പല ആലിമീങ്ങളിൽ നിങ്ങൾ അടുത്തറിയുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. കഴിഞ്ഞകാല നേതാക്കൾ മുഴുവൻ അങ്ങനെ. ആ നേതൃത്വത്തെ ശരിക്കും പഠിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് വിരുദ്ധമായി ചില ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ കുറെ ഉമറാക്കളുണ്ട്, മഹല്ലത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രമുഖരിൽ പലരും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ.
നിങ്ങൾ വളരെ വ്യക്തമായി ബിദ്അഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അതിന്റെ സംവിധാനം ഇവിടെ വരുന്നുണ്ട്. ബിദ്അത്തിന്റെ അപകടത്തെക്കുറിച്ചും തീവ്രതയുടെ അപകടത്തെക്കുറിച്ചും ശരിക്കും പഠിക്കണം. അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാനും നമ്മുടെ മഹല്ലത്തുകളൊക്കെ പിടിച്ചടക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ഞാനൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടി എല്ലാവരെ കുറിച്ച് പറയുന്നത്, മറിച്ച് ഇതൊരു നല്ല മനുഷ്യ വിഭവമാണ്. നിങ്ങൾ മഹലിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കണം, ഇന്നൊരു വലിയ അപാകതയുണ്ട്. 1989 മുതൽ 2013 ദൂരം 24 കൊല്ലമാണ്. 24 കൊല്ലത്തെ കടന്നുപോക്കിനിടയിൽ മറന്നുപോയ പല സത്യങ്ങളുമുണ്ട്. 24 കൊല്ലത്തിന് ശേഷം ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരായ പ്രബോധകർ ചോദിക്കുന്നു, ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകർ ചോദിക്കുന്നു, നമ്മളെ കൂടെ നിൽക്കുന്ന പലരും ചോദിക്കുന്നു, ഒക്കെ പണ്ഡിതന്മാരല്ലേ, ഒക്കെ പണ്ഡിതന്മാരല്ലേ? അവരിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോ കാണുന്നെന്താ, ഇവിടെയും തലയെക്കെട്ട് അവിടെയും തലയെക്കെട്ട്, ഇവിടെയും പണ്ഡിതൻ അവിടെയും പണ്ഡിതൻ, ഇവിടെയും സുന്നി അവിടെയും സുന്നി, ഇതും സമസ്ത അതും സമസ്ത. അങ്ങനെ ഒരു പൊതു തോന്നലുണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക്, അങ്ങനെ ഒരു പൊതു തോന്നൽ. ആ തോന്നലിന്റെ ഒന്നാം ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമസ്തയുടെ സൂക്ഷ്മത അപ്പുറത്തുണ്ടോ നിങ്ങൾ പഠിച്ചോ, അങ്ങനത്തെ ഒരു നേതൃത്വം അവിടെ ഉണ്ടോ എന്ന് ആലോചിച്ചുകൊള്ളുക. എന്നാൽ എങ്ങനെ ഇത് രണ്ടായി, എന്താ ഈ രണ്ട് സമസ്ത, അതൊന്ന് പഠിക്കണമല്ലോ, ശരി, അതൊന്ന് മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമറാക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പുതിയ പ്രവർത്തകർക്ക് വേണ്ടി പറഞ്ഞ, പഴയ കാരണന്മാർക്ക് അത് വിഷയമല്ല എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 40ന്റെ താഴെയുള്ളവർക്ക് വേണ്ടി മാത്രം. അതാ 40ന്റെ പ്രത്യേകത, അതൊരു നല്ല പ്രായം, കാര്യബോധമുള്ളൊരു പ്രായം. ഇന്ന് 40ന്റെ താഴെയുള്ള ആളുകളുടെ കുഴപ്പമെന്താ, അവരെ വയസ്സ് കുറഞ്ഞു പോയത് അവരെ കുറ്റല്ല, പക്ഷെ അവർക്കൊരു ചെറിയ അപാകത ഉണ്ട്. എന്താ, 1989 മുതൽ 2013 24 കൊല്ലം കൂട്ടുമ്പോ ആ 1989 ഒരു 15 വയസ്സെങ്കിലും വേണ്ടേ? 15ഉം 24 39ആയി. അപ്പൊ ഒരു 39 വയസ്സിന്റെ മേലുള്ള ആളുകൾക്ക്, അഥവാ 40 വയസ്സ് തികഞ്ഞവർക്ക് ഈ സത്യം അറിയുള്ളൂ. 40ന്റെ താഴെയുള്ള ആളുകൾക്ക് സമസ്ത എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് പേരിൽ രണ്ട് ഭാഗത്ത് അറിയില്ല, ആർക്കും അറിയില്ല. അത് അറിയാത്തത് അവരെ കുറ്റമല്ല, നമ്മൾ ചിലപ്പോൾ പഠിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട് ഇത് രണ്ടായി എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നിങ്ങളിൽ ഉണ്ടാകണം, വളരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതൊരു വാശിന്റെ പേരില്ല, അതൊരു വ്യതിരിക്തമായ സംസ്കാരമല്ല, മറിച്ചെന്താ, അത് ശരിക്കും പ്രാസ്ഥാനികമായി ഇതിന്റെ ഉള്ളിൽ ഈ വര ഉള്ള നേതാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകരിക്കുന്ന കാലത്ത് അതിന്റെ തലപ്പത്തുള്ള മഹാനാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ആ മഹാനുഭാവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്തല്ലേ ഈ ഭിന്നത ഉണ്ടാവുന്നത്? കണ്ണിയത്ത് ഉസ്താദാണ് സമസ്തയുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി. ആ രണ്ട് വ്യക്തിത്വങ്ങളെ മഹത്വം ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ബാർണൂർ ഉസ്താദിന്റെ മഹത്വം പ്രത്യേകം പറയാൻ രണ്ട് കാരണമുള്ള, അദ്ദേഹത്തെ കൂടുതൽ പരിചയമില്ലാത്ത ആളുകളുണ്ടോ, രണ്ട് അടുത്ത കാലത്ത് മരിച്ചുപോയ ആളാണ്. കണ്ണിയത്തിന്റെ കാര്യം പറയുമ്പോൾ പഴയ പണ്ഡിതനല്ലേ, പണ്ടത്തെ ആലിമ്യങ്ങളൊക്കെ അങ്ങനെ ഇരുന്നു എന്ന് പറയും. സമസ്തയുടെ ഇപ്പോഴത്തെ ആലിമ്യങ്ങളും അങ്ങനെ തന്നെ. അത് പറയാനും തെളിയിക്കാനുമാണ് ഞാൻ ആ ഭാഗം മുറുകെ പിടിച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറയുന്ന വിഷയത്തിലേക്ക്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സഭയിൽ ഈ രണ്ട് മഹത്തുക്കൾ ഇരിക്കുന്ന സമയത്ത് ആ രണ്ട് മഹാപുരുഷന്മാരെ ധിക്കരിക്കാൻ ആർക്കാ തോന്നുക? അത്രയും വറഴും തെക്കുവയും ഉള്ള രണ്ട് മഹത്തുക്കളാണ് അവർ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ആ രണ്ട് കണ്ണിയത്തിനൊക്കെ നമ്മളിങ്ങനെ പഠിച്ചാൽ ഇൽമും തവാദുവും അദ്ദേഹത്തിന്റെ മുഖമുദ്രയാണ്. ഇപ്പൊ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നയിക്കുന്ന കോയക്കുട്ടി ഉസ്താദിനൊക്കെ നോക്ക്, നിങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനെ നോക്ക്. ചെറുശ്ശേരി ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോ ആദ്യം പറഞ്ഞ ആരോപണം എന്താ അറിയോ? കൊണ്ടോട്ടി അങ്ങാടിയിൽ മീനും വാങ്ങി ഇങ്ങനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ തന്നെയാ പ്രസവിച്ചത്. മീനും വാങ്ങിയിട്ട് കൊണ്ടോട്ടി അങ്ങാടിയിൽ നിന്ന് വീട്ടിൽ പോണ മനുഷ്യൻ. നമ്മൾ പഠിച്ചതോ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങാടിയിൽ പോയി സാധനം വാങ്ങുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല കൂടെ കൂടി ഹദീസിലില്ലേ, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി തങ്ങളെ കൂടെ കൂടി നബി തങ്ങൾ സാധനം വാങ്ങി, നബി തങ്ങൾ വാങ്ങി തൂക്കിപ്പിടിച്ച സാധനം ഞാൻ കയ്യിലെടുക്കാൻ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, സാഹിബു ശൈഇ അഹ്ഖു അൻ യഹ്മിലഹു, സാഹിബു ശൈഇ, ഈ സാധനത്തിന്റെ ഉടമയാണ് അഹ്ഖു അൻ യഹ്മിലഹു, അത് ചുമന്നു കൊണ്ടുപോകാൻ യോഗ്യൻ, ഏറ്റവും ബന്ധപ്പെട്ട ആൾ അയാളാണ്, ഞാൻ തന്നെ ചുമക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ അതാ സുന്നത്ത്, അതാ സുന്നി, അതാ സുന്നത്തിയമായത്തിന്റെ സംഘടന. നമ്മൾ പഠിച്ച സംഘടന ഏതാ? അങ്ങനത്തെ ഒരാളെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി എന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? മറിച്ചുള്ളത് ഭൗതികതയാണ്. ഒരു മീൻ പിടിച്ചുകൊണ്ട് പോണത് കണ്ട അഴിവല്ലേ?
എന്നാൽ ആരാനോട് കള്ളത്തരം പറഞ്ഞിട്ട് പിരിപ്പിക്കുന്നതോ അത് യോഗ്യത. അത് യോഗ്യത. അവിടെയാണ് നമ്മൾ രണ്ടും അതാണ് ഇത് രണ്ടും രണ്ടാകുന്നത്. ഇത് രണ്ടും രണ്ടായി വേറിട്ട് നിൽക്കുന്നത് അവിടെയാണ്. അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. കൂടുതൽ സമയം എടുക്കൂല, ഒരുപാട് കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, മാ ആതാഹു അല്ലാഹു തആല അബ്ദൻ ഇൽമൻ, അള്ളാഹുവിനോട് അടിമയെ സംബന്ധിച്ചുള്ള ഇൽമ കൊടുത്താൽ അതിന്റെ കൂടെ ഇല്ലാ ആതാഹു അല്ലാഹു മഅഹു ഹിൽമൻ വതവാദുഅൻ, ഹിൽമും കൊടുക്കും, അച്ചടക്കം കൊടുക്കും, തവാദുവും കൊടുക്കും, വഹുസ്ന ഖുലുഖിൻ, നല്ല സ്വഭാവം കൊടുക്കും, വരിഫ്കൻ, ഒരു മൃദുലതയും കൊടുക്കും. അങ്ങനെ അതൊക്കെ കൊടുത്താലോ ഫദാലിക അലാമത്തുൽ ഈമാൻ, അതാണ് ഈമാന്റെ ലക്ഷണം. ഫഹുവ ഇമാമുൽ മുത്തഖീൻ, അവരാണ് മുത്തഖീങ്ങളെ ഇമാമ്. അല്ലാതെ പളവളപ്പ് കാണിക്കുന്നവൻ മുത്തഖീങ്ങളെ ഇമാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവര് ലോകത്തെ സമ്പന്ന വർഗത്തിന്റെ ഇമാമാക്കാൻ പറ്റും, സമത്തയുടെ ഇമാമാക്കാൻ പറ്റൂല. അത്തരം ആളുകളെ സമത്വ കേരള ജമിയത്തിനുമേടെ ഇമാമാക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവർ ചെയ്ത പ്രവർത്തനം എന്താ? സമത്വ കേരള ജമിയത്തുലമ എന്ന പണ്ഡിത സഭയിൽ ഈ രണ്ട് മഹത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോ സമത്വം നല്ല നിലയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് സമത്തിൽ പിളർപ്പും ഭിന്നിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അഖില കേരള ജമിയത്തുലമ വന്നിട്ടുണ്ട്, സംസ്ഥാന കേരള ജമിയത്തുലമ വന്നിട്ടുണ്ട്. അതൊക്കെ അതിന്റെ വഴിക്ക് പോയി. 74 ഇദ്ദേഹം മുഷാവറിൽ വന്ന ശേഷം സമത്വ കേരള ജമിയത്തുലമ കൊണ്ട് ആദ്യം ആഗ്രഹിച്ച എന്താ? ഒരു രാഷ്ട്രീയ ലൈൻ സമസ്തക്കുണ്ടാക്കണം എന്നതാണ് ഇയാളെ ലൈൻ. ഒരു രാഷ്ട്രീയ ലൈൻ സമസ്തക്കുണ്ടാക്കണം. അത് അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ ലൈൻ അങ്ങനെയാണ്. അതിൽ പച്ചയായി തുറന്നു പറയാലോ, മുസ്ലിം രാഷ്ട്രീയ സംഘശക്തി പാണക്കാട് സയ്യിദ് കുടുംബം, ഇതിനോടൊരു ശക്തമായ വിരോധം അന്നും അവർക്കുണ്ട്, ഇന്നും അവർക്കുണ്ട്. ഇന്നുമുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഒറ്റ ഒന്ന് പറഞ്ഞാൽ തീരുമല്ലോ. അവരുടെ പ്രസിദ്ധീകരണത്തിലെ ഒരൊറ്റ വാചകം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കാം. അന്നേ ഉള്ള ആ വിരോധം ഇന്നും അവർ വെച്ചുപുറത്തുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണം അടുത്ത കാലത്ത് അവർ പ്രസിദ്ധീകരിച്ച അവരെ മാസിക, ഒറ്റ ചെറിയ ഉദാഹരണം, സാന്ദർഭികം, ഒരേ ഉമറാക്കുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയാ ഇത് അവരെ മാസിക, ജമിയത്തുൽ മുഅല്ലിമീൻ പ്രത്യേകമായി പ്രസിദ്ധീകരിച്ച അവരെ മാസിക. ഈ മാസികയിൽ ഒരു സുഹൃത്ത് അവരോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചു, ഇവർ സാധാരണ പറയാറുണ്ട്, പച്ചയായി പറയുന്നുണ്ട് വിരോധമില്ലല്ലോ, മുസ്ലിം ലീഗിനെ ഞങ്ങൾ എതിർക്കുന്നത് മുസ്ലിം ലീഗ് മുജാഹിദിന്റെ പിടിയിലായതുകൊണ്ടാണ്, അവരാണ് അതിനെ നയിക്കുന്നത് എന്നതുകൊണ്ടാണ്. അപ്പോൾ സുഹൃത്തിന്റെ ചോദ്യം, ഒരു നിയോജക മണ്ഡലത്തിൽ 2 മുജാഹിദുകളായ ആൾക്കാർ മത്സരിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. 2 മുജാഹിദ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മസാല വലിയ പ്രശ്നമാണ്. അപ്പൊ അതിന് മറുപടി, ഒരു മണ്ഡലത്തിൽ 2 മുജാഹിദുകൾ തമ്മിൽ മത്സരിച്ചാൽ നാം എന്തു ചെയ്യണം എന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കിതാബിലൊക്കെ പറഞ്ഞാൽ വഫീഹി നദർ, ഒന്ന് ആലോചിക്കാം. എന്നിട്ട് ആലോചിച്ച മറുപടി എന്താ? മറുപടി കേൾക്കും. മറുപടി ബാക്കി ഇപ്പോഴത്തെ പേജിലാണ്. മറുപടി പറയുന്നു, മുസ്ലിം ലീഗിലെ മുജാഹിദും മറ്റു പാർട്ടികളുടെ മുജാഹിദും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ മുജാഹിദ് കിസ്മാനിയാണ്, അങ്ങനെയൊന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാക്കെന്താ അറിയോ? കേരളത്തിലെ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ ലീഗിലെ മുജാഹിദുകളെ കൊണ്ട് നമുക്കുണ്ടായതുപോലെ ഒരു വിഷമം മറ്റുള്ളവരെ കൊണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ ആരെ തോൽപ്പിക്കേണ്ടത് മനസ്സിലായത്? ഈ ഒരു നയം സമസ്ത കേരള ജംഇയ്യത്തുൽ ആദ്യമേ തുറന്നു വന്ന വിഭാഗമാണ്. മാത്രമല്ല അതേ സ്ഥാനത്ത് കമ്മ്യൂണിസത്തോട് ഒരു അടുപ്പവും, ഒരു പാർട്ടി എന്ന രീതിയിലല്ല അവരതിനെ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സമസ്യയെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയാണെങ്കിലും ശരി, അതിന്റെ നയം വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, അത്രയും. ഇവരെ നയം ഇതിൽ പറയുന്നു. ഇതൊക്കെ വിശദീകരിച്ചിട്ട് വേറൊരു ചോദ്യം കമ്മ്യൂണിസത്തെ കുറിച്ച്. അതിനിവരെ മറുപടി, ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ കവിഞ്ഞ് ഒന്നുമല്ല കമ്മ്യൂണിസം. അവർക്ക് ഭരണമുള്ള സ്ഥലത്ത് തന്നെ മതത്തിൽ അവർ കൈകടത്തിയിട്ടില്ല, എവിടെയും കൈകടത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോൾ മതത്തിന് ഗുണകരമായ പലതും അവർ ചെയ്തിട്ടുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ മതപരമായി കമ്മ്യൂണിസത്തെ ഇവിടെ എതിർക്കേണ്ടി വരില്ല. വ്യക്തമായ തീരുമാനം. വളരുന്ന തലമുറയെ പഠിപ്പിച്ചു കൊടുക്കും. കമ്മ്യൂണിസത്തെ ഒരു പാർട്ടി എന്ന രീതിയിലുള്ള കമ്മ്യൂണിസത്തെ തന്നെയാണ് അവർ പറയുന്നത്. ഞാനത് ചർച്ച ചെയ്യുന്നില്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്ത് മൈക്ക് പോയിട്ടുണ്ടേ. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യും. ഓക്കെ, രാജിവെച്ചത് സ്ഥാനം വേറുണ്ടോ?
തങ്ങൾ അതിന്റെ പ്രസിഡന്റ് സ്ഥാനം കൗൺസിലിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇറങ്ങിപ്പോന്നതിന് ശേഷം അവർ SSFനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയമായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ രാഷ്ട്രീയ രംഗത്ത് ഇവർ ശക്തമായി ഇടപെടാൻ തുടങ്ങിയതും. അതിനുശേഷമാണ് സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഇന്നവരെ തോൽപ്പിക്കണം, ഇന്നവരെ ജയിപ്പിക്കണം എന്ന രീതി വന്നതും. അതിന്റെ അനന്തരഫലമായി ഇവർ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തമായി എതിർത്തുകൊണ്ട്, ഇത് രണ്ടു കൂട്ടർക്കും അറിയില്ല, ഇതിപ്പോ രണ്ടു കൂട്ടർക്കും അറിയില്ല, വളർന്നു വരുന്ന ചെറുപ്പക്കാരായ യുവ രാഷ്ട്രീയ പ്രവർത്തകർക്കും അറിയില്ല, കാരണവന്മാർക്കൊക്കെ അറിയില്ല, വളർന്നു വരുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയില്ല. എന്ന പോലെ നമ്മുടെ സംഘടനയിൽ പുതുതായി വളർന്നു വരുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർക്കും അറിയില്ല. അതവരെ കുറ്റമായി ഞാൻ കാണുന്നില്ല. അറിയിച്ചു കൊടുക്കേണ്ടത് നമ്മളല്ലേ? നമ്മളാ ദൗത്യം നിർവഹിച്ചോ? നമ്മളാ ദൗത്യം നിർവഹിച്ചിട്ടില്ല. ഇവരെ സംബന്ധിച്ചോളം ഇന്നിപ്പോൾ അവർ ചെയ്ത ചില സാമ്പത്തിക കുറ്റകൃത്യങ്ങളോ കേവലം മുടിയോ മാത്രമല്ല അവരുടെ പ്രശ്നം. അസുര് തന്നെ മുഴുവൻ പാളിച്ചയാ. അസുര് പാളിയാൽ പിന്നെ ചെയ്യുന്ന പ്രവർത്തനം മുഴുവൻ പാളിപ്പോവും, ഉറപ്പല്ലേ? അവരെ തുടക്കം തന്നെ അപകടത്തിലാണ്. കേരള സംസ്ഥാനത്തെ മുസ്ലിം ഉമ്മത്തിന്റെ സംഘശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ പോയത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. വളരെ ഗൗരവമുള്ള ഒരു വാക്കാ. റഹിമല്ലാഹു മൻ സമിഅ മഖാലത്തി, എന്റെ വാക്ക് കേൾക്കുന്നവനെ പടച്ചറബ് അനുഗ്രഹിക്കട്ടെ. ഹത്താ യുബല്ലിഅഹാ വൈറഹു, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കത്തക്ക വിധം, എന്റെ വാക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കത്തക്ക വിധം കേട്ട് പ്രാവർത്തികമാകുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. എന്താണത്? ഒരു ഹദീസിന്റെ ആമുഖത്തിൽ ഇത്ര വലിയ ഗൗരവം പറയണമെങ്കിലോ ആ ഹദീസിന്റെ ഗൗരവമല്ലേ? നബി തങ്ങൾ പറഞ്ഞു, സലാത്തുൻ, മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചല്ലായ അലൈഹിന്ന ഖൽബും മിർഇ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയം അതുകൊണ്ട് പാടിപ്പോകൂല, പഴച്ചു പോകൂല, വഞ്ചനയ്ക്കുകൂല, മനസ്സിൽ പലതും ഇങ്ങനെ തോന്നുക. എന്ത് സമത്ത? അല്ലെ നമുക്കെന്താ കുറച്ച് തീവ്രവാദമായാലും, അല്ലെ നമുക്കെന്താ അങ്ങനെ മനസ്സിങ്ങനെ പതറാണ്? നിങ്ങളെ മനസ്സ് പതറുകയില്ല. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ. ഏതാ മൂന്ന് കാര്യം? ഒന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂര് പറഞ്ഞ ഇഖ്ലാസുൽ അമലി ലില്ലാഹി, ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നിസ്കരിക്കുകയാണെങ്കിലും നോമ്പരട്ടിക്കുകയാണെങ്കിലും ക്യാമ്പിൽ വന്നിരിക്കുകയാണെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്തുകയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇതെന്ത് ക്യാമ്പാ? ഞാനൊന്ന് നോക്കട്ടെ, ഭക്ഷണം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയട്ടെ, സംഘാടന എങ്ങനെ, അതിനൊന്നും വന്നതല്ല, ആത്മാർത്ഥമായിട്ട് വന്നു. ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. രണ്ടാമത്തതോ, വൻ നുസുഹുലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോടുള്ള ഗുണകാംക്ഷ. മുസ്ലിം നേതാക്കളോടുള്ള ഗുണകാംക്ഷ. നമുക്കൊരു നേതൃത്വമുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിലെ മുസ്ലിം നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് സയ്യിദ് കുടുംബവും തന്നെയാണ്. അതിലാർക്കും തർക്കമില്ല. പാണക്കാട് സയ്യിദന്മാർ സമത്വയുടെ തലപ്പത്തുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആലിമീങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞപ്പോഴെ നമ്മുടെ രണ്ട് കൈയും പിടിച്ചിരിക്കുന്ന രണ്ട് ശക്തമായ മേഖലകൾ, അഹ്ലു ബൈത്തി സഫീനത്ത് നൂഹിൻ എന്നൊരു ഭാഗത്ത്, ഉലമാ ഉമ്മത്തി അംബിയ ഈ ബനീ ഇസ്രായീൽ എന്ന മറുഭാഗത്ത്, ഈ സമൂഹം അപകടത്തിലേക്ക് പോകുമ്പോൾ അവരെ പിടിച്ചു നിർത്താൻ ഒരു കപ്പലും കപ്പലിലെ കപ്പിത്താന്മാർ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് കേരളം ഒരുപാട് മുന്നോട്ട് പോയി. എല്ലാവരെയും മറികടന്നുകൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ഗുണകാംക്ഷമാണ്. അവർ നമുക്ക് നല്ലതിനെ നേതൃത്വം കൊടുക്കുന്നൊരു തോന്നലാണ്. അവരെ വെല്ലുവിളിക്കും. മൂന്നാമത്തേത് വലുസൂമു ജമാഅത്തിഹിം, ആ സംഘശക്തിയിൽ ഉറച്ചു നിൽക്കുക. ആ സംഘശക്തിയിൽ ഉറച്ചു നിൽക്കുക. ഈ ഹദീസ് നോക്ക് നിങ്ങൾ. ഇങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫഇന്ന ദുആഹും യുഹീതു മിൻ വറാഇഹിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ പ്രാർത്ഥന നമ്മളെ വലയം ചെയ്യും. ഒരു അപകടം നമുക്ക് പറ്റൂല, നമ്മുടെ മനസ്സ് പതറൂല, മര്യാദക്ക് നിൽക്കേണ്ടോട്ട് നിൽക്കും. അപ്പൊ മനസ്സിന് പടക്കൂല. അപ്പൊ ഞാൻ തന്നെ സ്വയം നേതാവായി എനിക്ക് തോന്നൂല. നിങ്ങൾ തെക്കുപിരില്ല, ഞാൻ പൊളിച്ചിമ കേറൂല. അങ്ങനത്തെ ഒരു തോന്നല് നമുക്ക് വരാൻ പാടില്ല. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അള്ളാഹു അവിടെ തന്നെ നമ്മൾ നിർത്തുമാറാവട്ടെ. അതാണ് നമ്മുടെ നയം. നമ്മൾ ആരാണെങ്കിലും ശരി, നമ്മളൊക്കെ സമത്വ കേരള ജമിയത്തിൽ നമുക്ക് വിധേയരാ, നേതൃത്വത്തിന് വിധേയരാ. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആരുമില്ല. ആ ഒരു നേതൃത്വമുണ്ടെന്നും അതിനെ ഗുണകാംക്ഷയോടെ കാണുവാനും ആ സംഘശക്തിയിൽ അടിയുറച്ചു നിൽക്കാനും നമുക്ക് മനസ്സുണ്ടോ? പതറൂല. അള്ളാഹു നമ്മുടെ മനസ്സിനെ സ്ഥൈര്യപ്പെട്ട് നിർത്തുമാറാവട്ടെ. ഇവരതിനെ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, ഈ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് എറണാകുളത്ത് സമ്മേളനം വെച്ചു. അവിടെ നിന്നല്ലേ ഭിന്നതയുടെ തുടക്കം. പഴയ തലമുറയിലെ പല കാരണവന്മാരും കേട്ടതാണെങ്കിലും പുതിയ തലമുറയെ കേൾപ്പിക്കേണ്ട അനിവാര്യത ഉള്ളതുകൊണ്ട് ഇത്തരം ഒരു സദസ്സ് വേറെ എപ്പോഴും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ചർവിത ചർവണമാണെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട്. കാരണം നമ്മുടെ സംഘടനയുടെ ബേസ് അവിടെയാണ്. 1989 ഈ സമ്മേളനം എറണാകുളത്ത് വെച്ചപ്പോ ഔദ്യോഗികമായി സമസ്ത മുഷാവറയുടെ അംഗീകാരം അതിന് കിട്ടിയിട്ടില്ല.
സുന്നീവന സംഘം എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും സമത്തയുടെ അംഗീകാരമാണ്. ഈ ക്യാമ്പിന് സമത്തയുടെ നേതാക്കൾ അംഗീകാരമില്ലെങ്കിൽ ഇത് എടുത്തു വെച്ച് പോകണം. അവിടെ പിന്നെ പന്തലിട്ടു ഭക്ഷണം ഒരുക്കിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജില്ലാ സമത്ത പറഞ്ഞു, നിങ്ങളിപ്പോ ക്യാമ്പ് പ്രവർത്തനം നടത്തിയ ചില കുഴപ്പം മേഖലയിൽ ഉണ്ടാവും, അതുകൊണ്ട് വേണ്ട മക്കളെ എന്ന് പറഞ്ഞാൽ നിർത്തണം. അവിടെ പിന്നെ നമ്മൾ മറിച്ചൊരു ചിന്തക്ക് പോകാൻ പാടില്ല എന്നതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സന്ദർഭത്തിൽ ഇടപെടേണ്ട ഒരു ഘട്ടമുണ്ട്. ആ ഇടപെടേണ്ട ഘട്ടം വരാനുണ്ടായ പ്രധാന കാരണം നിങ്ങൾക്കൊക്കെ പലർക്കും പുതിയ തലമുറയിലെ ആളുകൾക്ക് അറിയില്ലെങ്കിലും പഴയ തലമുറക്കറിയാം, പരിഗണിക്കപ്പെടേണ്ട പല പ്രമുഖരെയും പരിഗണിച്ചില്ല. അവിടെ പരിഗണിക്കേണ്ട പലരെയും ഏറ്റവും നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നാട്ടിക മൂസ മുസ്ലിയാർ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സുന്നത്തിയമായത്തിന്റെ ഒരു സൂര്യബിംബമായി. ഞാൻ അങ്ങനെ പറയാൻ കാരണം മാനു മുസ്ലിയാർ ഓർമ്മിച്ചോണ്ട. നാട്ടിക മൂസ മൗലവി പെട്ടെന്ന് മരിച്ചപ്പോ മാനു മുസ്ലിയാർ പറഞ്ഞൊരു വാക്കുണ്ട്, കശംസി വഖ്തൽ ളുഹ്രി ഉർബത ഹീനമാ യഹ്താജു മുജ്തമഉൻ ഇലൈഹി തസഖല. കശംസി വഖ്തൽ ളുഹ്രി ഉർബത. മാനു മുസ്ലിയാർ എഴുതിയ കവിത. മാനു മുസ്ലിയാർ വലിയൊരു പ്രതിഭ. അറബിയിലും മലയാളത്തിലും മനോഹരമായി കവിത എഴുതുന്ന വലിയൊരു പണ്ഡിതൻ. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ സർവകലാവല്ലവന്മാരാ പലരും. അദ്ദേഹം എഴുതി കശംസി വഖ്തൽ ളുഹ്രി ഉർബത്. നട്ടുച്ച സമയത്ത് സൂര്യൻ അസ്തമിച്ചതുപോലെ അനുഭവപ്പെട്ടു. ഒരു വല്ലാത്ത വാക്കല്ലേ? അതൊരു വല്ലാത്ത വാക്കാണ്. അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് വന്ന മനോഹരമായ ഒക്കെ പടച്ചറപ്പ് അദ്ദേഹത്തിന്റെ കബർ സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. രണ്ടുപേരും ആ നാട്ടിക മൂസ മൗലവിയെ ക്ഷണിച്ചില്ല, അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ സുന്നി സംഘത്തിന്റെ യോഗം? അദ്ദേഹം ഏത് വേദിയിലും വളരെ മനോഹരമായിട്ട് പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ല? നിങ്ങൾക്ക് സുന്നത്തിയമായിട്ട് ഞാൻ പഠിപ്പിച്ചരാ, അതിന് സമസ്തയിലെ പണ്ഡിതന്മാർ വേണ്ട, നിങ്ങളോട് വാദപ്രതിവാദം നടത്താൻ ആലിമീങ്ങൾ വേണ്ട, പഞ്ചായത്ത് പ്രസിഡന്റ് മതി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? അത്ര ധൈര്യമായി സുന്നത്തിയമായിട്ട് പ്രകടിപ്പിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖ പണ്ഡിതൻ എം കെ കുഞ്ഞാ മുസ്ലിയാരെ വിളിച്ചില്ല. മരിച്ചുപോയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന ഹാമിദ് കോയമ്പത്തങ്ങളെ വിളിച്ചില്ല. എം പരീദടക്കം എം എം മൊഹിദ്ദീൻ മൗലവിയടക്കം സി കെ സാദിഖ് മുസ്ലിയാർ അടക്കമുള്ള ആൾക്കാർ അവഗണിച്ചില്ലേ? അവരെ വിളിച്ചിട്ട് ഉത്തരവാദപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളെ വിളിച്ചിട്ടല്ലേ മൂസ മൗലവി അപ്പൊ തന്നെ അതിന് ബദലായിട്ട് ഒരു പുതിയ സമ്മേളനം രൂപീകരിച്ചത്? അത് രൂപീകരിക്കുന്നതിന് മുമ്പ് നാട്ടിക മൂസ മൗലവി അവരുമായി ബന്ധപ്പെട്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെന്നും അറിയിക്കാതെ സുന്നിയ സംഘത്തിന്റെ സമ്മേളനം നടത്തുന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി എന്താ? പാണക്കാട്ടെന്ന് പറയുന്നത് മാത്രം കേൾക്കുന്നവരെ, അല്ലെങ്കിൽ പാണക്കാട്ടെന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ്. പാണക്കാട്ടെന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് സുന്നത്തിയമായത്തിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവർ മതി. അപ്പൊ പാണക്കാട്ടെ തങ്ങൾ സുന്നത്തിയമായത്തിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ചു. ഇവരൊക്കെ കയറി ചെല്ലുമ്പോൾ ഉറുക്കുന്നൊരുങ്ങനെ ഉറുക്കുകയും ഏത് രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ ഇവരോ അറബിയിലൊന്ന് ഇമാമെന്ന കൂട്ടുകൂടാത്തനെ പോലും നിർത്തുന്ന ആൾക്കാരുമാണ്. അങ്ങനെ പൈസ കിട്ടൂലല്ലോ. ആ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ആ സയ്യിദന്മാരെ ഇകഴ്ത്തി പറഞ്ഞു. നാട്ടിക മൂസ മൗലവിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മധ്യമേഖലാ സുന്നി സമ്മേളനം നടത്തിയത്. മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു, സുന്നി സലഫിന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു. രണ്ട് സമ്മേളനം അപ്പുറം ഇപ്പുറം പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചത് എന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെടണം. സുന്നികളുടെ പേരിൽ രണ്ട് സമ്മേളനം. ഇപ്പൊ മലപ്പുറം ജില്ലാ സുന്നിയ സംഘത്തിന്റെ ഒരു കൂട്ടർ പടി, അതേ സുന്നിയ സംഘം തൊട്ടപ്പുറത്ത് വേറെ യോഗം വെച്ചാൽ എന്തായി? വേങ്ങരക്കാരെന്താ മനസ്സിലാക്കുക? ജില്ലാ സുന്നിയ സംഘത്തിൽ പിളർപ്പുണ്ട് നല്ല. 79 മുതൽ തുടങ്ങിയ പിളർപ്പ് പ്രകടമായി പുറത്തു വന്നിട്ടില്ല. പക്ഷെ അത് പ്രകടമായി പുറത്തു വന്നു എറണാകുളം സമ്മേളനത്തിൽ. എറണാകുളത്ത് സുന്നിയ സംഘത്തിന്റെ സമ്മേളനം, അതേ എറണാകുളത്തിന്റെ മധ്യമേഖല സുന്നി സമ്മേളനം വേറെ, രണ്ടും പ്രഖ്യാപിച്ചു, പത്രത്തിൽ വന്നു. അപ്പോഴാ സമസ്ത ഇടപെട്ടു. മസ്ലഹത്തിന് വേണ്ടി മാരത്തോൺ ചർച്ച നടത്തി. പ്രമുഖരായ ആൾക്കാരൊക്കെ ഇറങ്ങി. നമുക്കൊക്കെ പരിചയമുള്ള ബഹുമാനപ്പെട്ട ചമ്മാട് ബാപ്പുട്ടിയാജി അടക്കമുള്ള അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ ഒക്കെ ഇറങ്ങി. സി എച്ച് ഹൈദ്രോസിലെ അടക്കമുള്ള മഹാരഥന്മാർ മുഴുവൻ ഇറങ്ങി. ചർച്ചയോട് ചർച്ച, മാരത്തോൺ ചർച്ചക്കൊടുവിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ ഇതിന്റെ അന്തിമമായ ഒരു ചർച്ച നടന്നു. മഹാന്മാരായ നേതാക്കളുമായി ബന്ധപ്പെട്ടാൽ അറിയാം, വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് കോഴിക്കോട്ട് കൂടിയിട്ട് ആ മഹിതമായ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പങ്കെടുത്തു. ശംസുൽ ഉലമ തന്നെ വൈകാരികമായി ചോദിച്ചു അത്രേ സദസ്സിനോട്, സുന്നികൾ രണ്ട് സമ്മേളനം നടത്തുന്നത് ശരിയുണ്ടോ? സുന്നികൾ രണ്ട് സമ്മേളനം നടത്താൻ പാടുണ്ടോ? നമ്മൾ ഒന്നാക്കില്ലേ നല്ലത്? തന്മയത്വമാർന്ന അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും സമ്മതം മൂളി. ആ യോഗത്തിൽ വെച്ച് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തു. ഞാൻ വേഗത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒന്ന്, എറണാകുളം സമ്മേളനം തൽക്കാലം രണ്ടു കൂട്ടരും നിർത്തിവെക്കണം. രണ്ട് കൂട്ടരും ചേർന്നുകൊണ്ട് ഒരു സമ്മേളനം നമുക്ക് അവിടെ നടത്തണം. സമ്മേളനം തീരെ നടത്തണ്ടെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. അപ്പോ ഈ രണ്ട് കൂട്ടരുടെയും സമ്മേളനം ഒന്നാക്കി നടത്താൻ ഒരു സംയുക്ത സ്വാഗത സംഘം നമുക്ക് ഇവിടെ വെച്ച് അടുത്ത ആഴ്ച രൂപീകരിക്കണം. 3 തീരുമാനം. പുതുതലമുറയിലെ ചെറുപ്പക്കാർ പഠിക്കണം. രണ്ട് കൂട്ടരും സമ്മേളനം നിർത്തണം. രണ്ട് കൂട്ടരും ചേർന്ന് ഒരു സമ്മേളനം നടത്തണം. ആ രണ്ട് സമ്മേളനത്തിനും വേണ്ടി സംയുക്ത സ്വാസംഘം ഇവിടെ വെച്ച് അടുത്ത ആഴ്ച രൂപീകരിക്കണം. ഈ യോഗം നടക്കുന്നത് 1988 നവംബർ 12-ന്
958 നവംബർ 12 മീറ്റിംഗിലെ തീരുമാനം നവംബർ 19 സ്വാസംഘം ഉണ്ടാക്കാനുള്ള യോഗം. 19 എല്ലാവരും വിളിച്ചു, രണ്ടു കൂട്ടരി. സമസ്ത ഒഫീഷ്യലായി നോട്ടീസ് കൊടുത്തു. മധ്യമേഖല സുന്നി സംഘടനത്തിലെ ആൾക്കാർക്ക്, നാട്ടിക മുസവലി അടക്കമുള്ള ആൾക്കാർക്ക്. മറ്റേ സ്വാസംഘത്തിൽ ഔദ്യോഗികമായി രണ്ടു കൂട്ടരും ക്ഷണിച്ചു വന്നു. യോഗത്തിൽ വെച്ച് കഴിഞ്ഞ യോഗ തീരുമാനപ്രകാരം സമ്മേളനം ഒന്നാക്കാൻ സംയുക്ത സ്വാതന്ത്ര്യസംഘം ഉണ്ടാക്കുന്നുള്ള വാർത്ത ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ സദസ്സിൽ അറിയിച്ചു. ആ സമയത്ത് ശൈഖുനായുടെ മുഖത്ത് നോക്കി പിന്നിൽ നിന്നും ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞ വാചകം, അയാൾ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. പറഞ്ഞ വാചകം എന്താ? SYSന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല. ശൈഖുന പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനമാണല്ലോ. കഴിഞ്ഞ യോഗ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ ആൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞത് സമ്മേളനം നടത്തുന്ന. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവരെ ചില ഉയർന്ന നേതാക്കൾ വന്നിട്ടില്ല. അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ വന്നിട്ടില്ല. അവർ മാറുന്നു. കോഴിക്കോട്ടുണ്ട് യോഗത്തിലേക്ക് ചില കുട്ടികളെ പറഞ്ഞേച്ച് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവർ പുറത്തുനിന്ന് റിമോട്ട് നിയന്ത്രിക്കുക. ചുരുക്കത്തിൽ ശൈഖുന ശംസുലമ അന്തിമമായി പറഞ്ഞു, ഒരു സമ്മേളനം നടക്കും, അത് സമസ്തയുടെ സമ്മേളനമായിരിക്കും. അതിന് രണ്ടു കൂട്ടരും ഒന്നിച്ചൊരു സ്വാസംഘം ഇവിടെ വെച്ചുണ്ടാക്കും, ഭിന്നത പാടില്ല. ഇതാണ് പറഞ്ഞതോടുകൂടി SYSന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവരാണ് പുറത്തിറങ്ങി. വാക്കൌട്ട്, ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വാക്കൌട്ട്. ഒരു സമരം സമസ്തയുടെ ചരിത്രത്തിലാണ് അങ്ങനത്തെ ഒരു സമരം. ഉസ്താദുമാരെ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള ആളുകൾ ജീവിച്ചിരിപ്പിന്റെ കാലമാണ് മനസ്സിലാക്കുന്നത്. ശൈഖുന ശംസുലമ അടക്കമുള്ള മഹാരഥന്മാർ വേദിയിലുണ്ട്. ആ മഹാന്മാർ വേദിയിലുണ്ട്. KV ഉസ്താദ്, അതുപോലെ തന്നെ KC ജമാലുദ്ദീൻ മുസ്ലിയാർ, അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ പഴയകാല CH അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ള പഴയകാല പണ്ഡിതന്മാർ, ഈയിടെ മരണപ്പെട്ട ബാ മുസ്ലിയാർ അടക്കമുള്ള പ്രഗത്ഭമതികൾ, ആ മഹത്തുക്കൾ മുഴുവനുള്ള വലിയൊരു വേദി. ആ വേദിയിൽ ഇവർ വോക്കൌട്ട് നടത്തുക, എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുക സമസ്തക്കെതിരെ, ആലിമീങ്ങൾക്കെതിരെ. ആദ്യത്തെ സമരം പോലീസിനെ സമസ്തയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്ന ഗതികേട് അന്ന് മാത്രമാണ് സമസ്തക്കുണ്ടായത്. സമസ്തക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വന്നു. ഇവർ സമസ്തക്കെതിരെ തിരിഞ്ഞപ്പോൾ കോഴിക്കോട്ടെ സമസ്തയുടെ ഫ്രാൻസിസ് റോഡ് ഓഫീസിലും അല്ലെങ്കിലൊക്കെ പുസ്തകം വാങ്ങാൻ പോകുന്ന ഓഫീസിൽ മുഷാവറയിലെ ഉയർന്ന മെമ്പർമാരടക്കമുള്ള ആളുകൾ ഇവർ തടഞ്ഞു വെച്ചു. പോലീസിനെ വന്നിട്ടാണ് അവർ പുറത്തുപോയത്. ശൈഖുന ശംസുലമ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി, വേറെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ശൈഖുന പറഞ്ഞു. അങ്ങനെ ഉസ്താദുമാർ പോലീസ് പ്രൊട്ടക്ഷനിലാണ് സദസ്സിൽ നിന്ന് പുറത്തു പോകുന്നത്. ഉസ്താദുമാർക്കെതിരെ സമരം. കാലം അവരെ കുട്ടികളുടെ ചുമലിൽ വെച്ചുകൊടുത്തു. പിന്നീട് മുദ്രാവാക്യം സമരമാണ് ജീവിതം. അതാണ് തുടങ്ങിയത്. സമരമാണ് ജീവിതം. അവരുടെ ജീവിതം അന്ത്യം വരെ ഈ സമരം തന്നെ ആയിരിക്കും ഉറപ്പാണ്. അത് ഉസ്താദുമാർക്കെതിരുള്ള സമരം. ആ സമരം തുടങ്ങി. ഇത് ഗൗരവത്തിലെടുത്ത ഉസ്താദുമാർ. ഉടനെ തന്നെ ശൈഖുന ശംസുലമ മുഷാവറ വിളിക്കാൻ പറഞ്ഞു. ഡിസംബർ 1 മുഷാവറ, 88 ഡിസംബർ 1 മുഷാവറ. ആ മുഷാവറ യോഗം ചേർന്ന ഉടനെ, അത് ചേരാൻ നോട്ടീസ് കൈപ്പറ്റിയ ഉടനെ ഇവർ കോടതി പോയി. ഇവരുടെ സുന്നീവര സംഘത്തിന്റെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞൊരു സാധുവിനെ തെരഞ്ഞെടുത്തു. അയാൾ പോയി കോടതിയിൽ ഇഞ്ചക്ഷൻ കൊടുത്തു. ആ ഇഞ്ചക്ഷൻ അയാൾ വാദിച്ചോണ്ടാ സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി ശരിയായ ബോഡിയല്ല. 2, ഇപ്പോഴത്തെ നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം. 3 വാദം. എന്താ ഈ പറഞ്ഞ വാദത്തിന്റെ അപകടം? സമസ്ത ഞങ്ങളാക്കിയ സംഘടനയ്ക്ക് നിലനിൽപ്പില്ല. മാത്രമല്ല ഈ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പോക്ക് ശരിയില്ലാത്തുള്ള നേതാക്കൾ വിശ്വസ്തരല്ല. ആര്? കണ്ണിയത്ത് ശംസുലമയും വിശ്വസ്തരല്ല. ഇപ്പൊ വലിയ മഹാന്മാരാ, കാരണം അവരുടെ പേര് പറഞ്ഞെങ്കിലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഉറൂസൊക്കെ നടത്താമെന്ന ആൾക്കാരല്ലേ. വിശ്വസ്തരല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ പറയുന്നതിൽ അശേഷം എന്തെങ്കിലും ചരിത്രപരമായ സ്ഖലിതങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാൻ നിങ്ങൾ ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, ചോദിച്ചാൽ അറിയാം. 3ാമത് അവർ വാദിച്ചു സമസ്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം. കോടതി പോലും പറഞ്ഞ പിന്നെന്താ, സമസ്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കാൻ പറ്റില്ല. സമസ്ത എന്ന് പറഞ്ഞാൽ പണ്ഡിത ബോഡിയാണ്. മതവിധികൾ കൊടുക്കലാണ് അതിന്റെ ചുമതല, സമ്പത്ത് കൈകാര്യം ചെയ്യലല്ല. അതുകൊണ്ട് റിസീവർ ഏൽപ്പിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല, അത് സാധ്യമല്ല എന്ന് കോടതി വരെ അവരോട് പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോയി. ഇത്തരമൊരു സദസ്സിൽ പറയാമോ പറയാൻ പാടില്ലേ എന്നതിനെ കുറിച്ചുള്ള ചർച്ച ഞാൻ ചെയ്യുന്നില്ല. മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് നല്ലതേ പറയാവൂ. ആ കേസ് കൊടുക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്ന് അയാളെ നാട്ടിൽ ചെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി. അയാളെ സ്വന്തം നാട്ടിൽ നിന്ന് ആക്കോട് ചെന്നിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് പഠിക്കുക. ആ മനുഷ്യൻ മരിച്ചു കിടന്നിരുന്ന രംഗം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഉദ്കുറു മഹാസിനെ മൗത്താക്കുന്ന, പക്ഷേ നമ്മുടെ സംഘടനയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നുപോയ വലിയ അബദ്ധത്തിന് പടച്ച റബ്ബ് നമുക്ക് കാണിച്ചെന്നൊരു മാതൃക ഒരു പക്ഷേ നമുക്ക് പഠിക്കാനായി. അദ്ദേഹത്തെ ശിക്ഷിച്ചതായിരിക്കും ഞാൻ കരുതുന്നില്ല, പക്ഷെ നമുക്ക് പഠിക്കാനായി. സമസ്തയുടെ പ്രവർത്തനം നിർത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തവർക്കെതിരെ കണ്ണിയത്തൊരു പ്രാർത്ഥന നടത്തിയെന്നു. അള്ളാഹു സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ മുഖം കെടുത്തട്ടെ. ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ച് പഠിച്ചാൽ മതി വസ്തുത എന്താണ്. അള്ളാഹു അത്തരം അബദ്ധത്തിൽ നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാവും.
അതാണ് സമസ്ത. കളിക്കരുത് ആ പ്രസ്ഥാനത്ത്, കുട്ടിക്കളിയല്ല. ആലിമീങ്ങളും മൗലിയാക്കളും കെട്ടിപ്പടുത്തതാണത്. അത് വലിയ വലിയ മഹാന്മാർക്ക് അറിയുന്ന കാര്യം. മഹാന്മാർക്ക് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞു. CH ഐദ്രോസ് മുസ്ലിയാർ അദ്ദേഹം എന്നോട് കൈ പിടിച്ചു പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന്റെ സ്മരണികയിലുണ്ട്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദ് അഖിലയിൽ പോയി. ബഹുമാനപ്പെട്ട CH ഉസ്താദ് ഞങ്ങൾക്കൊക്കെ സംഘടനാ പ്രവർത്തനം കൈ പിടിച്ച് കൊണ്ടെടുക്കുമ്പോൾ സുന്നി സംഘത്തിന്റെ പ്രവർത്തനം പഠിപ്പിച്ച മഹാനാണ് CH ഐദ്രോസ് മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ SKS ഒരു സജീവമായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്ക, എന്റെ ഒരു ഉസ്താദ് അപ്പുറത്ത് പോയി അഖിലേ, ഞാൻ ആകെ വിഷമിച്ചു. ഉസ്താദിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുമോ? എന്നാൽ സമത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുമോ? ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്റെ മനസ്സങ്ങോട്ട് പതറിയപ്പോ ഞാൻ നേരെ ചാപ്പനങ്ങാടിയിലേക്ക് അന്ന് പോയി. അള്ളാഹുവിന്റെ വലിയായ ചാപ്പനങ്ങാടി ബാബുസ്ലിയാർ ജീവിച്ചിട്ടുള്ള കാല ചാപ്പനങ്ങാടി ഉസ്താദിനോട് ഞാൻ ചോദിച്ചു. ചാപ്പനങ്ങാടി ഉസ്താദ് എന്നോട് അപ്പൊ തന്നെ കേട്ട പാടെ മറുപടി പറഞ്ഞു, സമസ്ത ഔലിയാക്കൾ ഉണ്ടാക്കിയ സംഘടനയാണ്. അത് ഈ ജനത്തിന് ദീനിന്റെ നേർവഴി പറഞ്ഞു കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. അവിടെ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണം. ഒറ്റത്താക്കിയത. അതിനുശേഷം എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ പൂക്കോയത്തങ്ങൾ പ്രസിഡന്റായപ്പോ കിതാബ് പോലും മടക്കി വെച്ച് പുണ്യപ്പെട്ട ദർസ് നിർത്തിയിട്ട് ഓർഗനൈസറായ ഐദ്രോസ് മുസ്ലിയാർ അദ്ദേഹമാണ് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പൂക്കോയത്തങ്ങളെ മുഖം കാണിച്ചുകൊണ്ടും ആ മഹത്തായ ആലിമിന്റെ ഓർഗനൈസിംഗ് പവർ കൊണ്ടും ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് സുന്നിയൊരു സംഘം കെട്ടിപ്പടുത്തി ഈ സമൂഹത്തിന് സമർപ്പണം ചെയ്തത് അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അങ്ങനെ കെട്ടിപ്പടുത്ത സുന്നിയ സംഘം കയ്യിലായപ്പോൾ കുഴപ്പമുണ്ടായത്. ഞാനീ പറഞ്ഞ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാരുടെ വാക്ക് മറക്കണ്ട. സമത്വ ആലിമീങ്ങൾ ഉണ്ടാക്കിയത് അവിടെ തന്നെ നിൽക്കണം. ആ ചാപ്പനങ്ങാടി ബാപ്പുസ്ലിയാർ നമ്മളെ കൂടെ ഉറച്ചു വന്നല്ലോ, നമുക്ക് നേതൃത്വം കൊടുത്തല്ലോ. അത് പഠിക്കണം നമ്മൾ. ചാപ്പനങ്ങാടി സാറെ കറാമത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്മരണികൊന്ന് വായിച്ചവിടെ ഞെട്ടിപ്പോവും. ചാവക്കാട്ടടുത്ത് ഒരു വലിയ പൗരപ്രമുഖന്റെ വീട്ടിലെ കല്യാണം. അന്നൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കിട്ടുള്ളൂ. വേണ്ടവരൊക്കെ വന്നിട്ട് പ്രധാനപ്പെട്ടവരൊക്കെ വന്നിട്ടേ ചോറ് പൊട്ടിക്കുള്ളൂ. ഇന്നത്തെ പോലെ പോയി ചോറിൽ നിന്ന് വരാൻ പറ്റൂല. മർമ്മം കഴിയുന്നതിന് മുമ്പ് ചോറിന്ന് പോകുന്ന ഏർപ്പാടാണ് ഇന്ന്. അന്ന് അങ്ങനെയല്ല. ചാപ്പനങ്ങാടി സാർ പറഞ്ഞേച്ചോത്ര ഞാൻ വരാതെ ചെമ്പ് പൊട്ടിക്കരുത് നിവൃത്തിയില്ലല്ലോ. പക്ഷെ അദ്ദേഹം വരാൻ വൈകി കൂടി നിൽക്കുക ഒരു അസ്വസ്ഥത. എന്താ ഇയാൾ വരാത്തത്? മുമ്പ് വന്നിട്ടില്ല, ചോറ് കിട്ടുള്ളൂ. ആകെ കൂടി ഒരു അസ്വസ്ഥത. സമയം ഇങ്ങനെ തെറ്റിപ്പോവാ. അവസാനം വൈകി അദ്ദേഹം എത്തിയിട്ട് ആദ്യം ചോദിച്ചു, എവിടെ ചോറിന്റെ ചെമ്പ് എന്ന് ചോദിച്ചു. പറയും ചോറ് വെച്ച ചെമ്പ് എവിടെയെന്ന് ചോദിച്ചിട്ട് അതൊരു മരത്തിന്റെ ചുവട്ടിൽ അടുപ്പ് കൂട്ടിയിട്ട് ആ ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ ചെന്നു ചെമ്പിന്റെ മൂടി തുറക്കാൻ പറഞ്ഞു. മൂടി തുറന്നു. ചോറ് കൊണ്ട് കൊട്ടാൻ പറഞ്ഞു. കൊട്ടി നോക്കുമ്പോൾ എന്താ കണ്ടത്? ചോറ് വെച്ച സമയത്ത് ആവി മുകളിലേക്ക് പൊങ്ങിയപ്പോൾ ആ മരത്തിൽ നിന്നൊരു പാമ്പ് വീണിട്ട് അതിലിങ്ങനെ ലയിച്ചു കിടക്കുക. ആ പാമ്പിനെ കാണിച്ചിട്ട് അത് കഴിക്കേണ്ടാവും. അദ്ദേഹം വരുന്നതിന് ആ ചോറ് ഒന്നെങ്കിലും എങ്ങനെ ഉണ്ടാവും? അദ്ദേഹത്തിന്റെ സ്മരണകയിലുണ്ട്. ഇന്നും ചാവക്കാട്ട് ഇത് വ്യക്തമായി കണ്ട ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ വലിയ പറഞ്ഞത് സമസ്തയിൽ പ്രവർത്തിച്ചോളൂ. അഖില അപ്പുറത്താണെങ്കിലും പ്രശ്നമല്ല. പാണക്കാട്ട പൂക്കോയത്തങ്ങളെ പറഞ്ഞ അഖില അകലെ. നമുക്ക് അഖില വേണ്ട, കൊകിലയും വേണ്ട, സമസ്ത മതി. എന്തേ അവരൊക്കെ ഇത് പറയാൻ കാരണം? അവരൊക്കെ എന്തെങ്കിലും പിന്നെ നിൽക്കാൻ കാരണം? എന്തേ സമസ്ത ചെയ്തു എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയണം, ഇതാണ് സമസ്ത. അതെ അഖില കേരള എത്ര പേരുണ്ടായിരുന്നു? അത് വളരെ വ്യക്ത. ഈ ആള് പോലും അഖിലയിലായിരുന്നു. 30 വയസ്സ് ഓർക്കുന്ന സംഭവം. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ചിന്തിക്കുന്നില്ല. അല്ലാഹു മരണപ്പെട്ടു പോയ മഹത്തുക്കൾക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഓർക്കണം നിങ്ങൾ, ഒരു പൗരപ്രമുഖൻ അയാൾ പോലും ശരിക്കും സമസ്തയെക്കുറിച്ച് പഠിച്ചു തീർത്തം. നമ്മളൊക്കെ സമസ്തയെക്കുറിച്ച് പഠിക്കേണ്ടത് അങ്ങനെയാണ്. ഈ വിഷയത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ഞാൻ വിഷയത്തിൽ ചുരുക്കത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ശക്തമായി ബോധവൽക്കരണം നടത്താൻ ഇവർ അന്ന് മുതൽ ശ്രമം നടത്തിയതിന്റെ തെളിവാണ് ഞാൻ ഈ പറയുന്നത്. നേതൃത്വത്തെ ധിക്കരിച്ചതിന്റെ അവസ്ഥ. ചുരുക്കത്തിൽ സമത്വക്കെതിരെ കേസ് കൊടുത്തപ്പോൾ സമത്വ സ്വാഭാവികവും കേസ് നടത്തേണ്ടി വന്നു. കേസ് നടത്തി. ഡിസംബർ കഴിഞ്ഞു, ജനുവരിയായി. ജനുവരി ആയാൽ 89ആയി. 88 ഡിസംബർ കഴിഞ്ഞ് 89ആയി. 89 ജനുവരി 16 മുഷാവറ കൂടി. മുഷാവറ ഔദ്യോഗികമായി കൂടിയിട്ട് തീരുമാനിച്ചു, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു സമ്മേളനം നടത്താൻ പറ്റിയ സിറ്റുവേഷനല്ല. നേരത്തെ യോഗം കൂടി തീരുമാനിച്ചെന്താ എറണാകുളത്ത് സമ്മേളനം ഒരു കൂട്ടർ നടത്തുക. ഇപ്പൊ ആകെ ഭിന്നിച്ച് ചർച്ചയും പ്രശ്നവുമായി. ഇപ്പൊ ഒരു സമ്മേളനം നടത്തിയാൽ തന്നെ കുഴപ്പമാണ്. വേണ്ട, ഒരു സമ്മേളനം കൊണ്ട് ഒരു ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. ഒരു മിനിമം പരിപാടിയുള്ളത്. ഇപ്പൊ ഇവിടെ ഈ സമ്മേളനത്തിന് ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തി. ഇത് നടത്തിയ പ്രശ്നം ഉണ്ടാവുന്നല്ല, നടത്താതിരിക്കില്ല നല്ലത്. നടത്താതിരുന്നാലുണ്ടാകുന്ന പ്രശ്നത്തെക്കാളേറെ നടത്തിയാലുണ്ടാകുമെന്ന് നിർത്തലാ നല്ലത്. നിർത്താൻ പറഞ്ഞു. സമത്വ ഒഫീഷ്യലായിട്ട് ഉത്തരവിട്ടു. എല്ലാ മെമ്പർമാരും അംഗീകരിച്ചു. സമ്മേളനം ഇപ്പോൾ വേണ്ട. തീരുമാനം പത്രത്തിൽ വന്നു. തീരുമാനം പത്രത്തിൽ വന്ന ഉടനെ പാണക്കാട്ട് തങ്ങൾ പ്രതികരിച്ചു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം വന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാചകം ഒറ്റവാചകം. അദ്ദേഹം പറഞ്ഞത്, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് എറണാകുളം സമ്മേളനത്തിന് ആരും പോകേണ്ടതില്ല. ഒറ്റവാചകം. ബഹുമാനപ്പെട്ട തങ്ങളാ പറഞ്ഞത്, സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകും എന്നുള്ളത്.
സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകും എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പിൽക്കാലത്ത് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഓർക്കട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരിക്കലും സന്ദർഭത്തിന് നിരക്കാത്തൊരു കാര്യം പറയില്ല. ഐക്യത്തിന് വേണ്ടി എന്നും നിലകൊണ്ട മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹമാണ് പറഞ്ഞത് ആ സമ്മേളനത്തിന് പോകണ്ട. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞതല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളിൽ ഒരു പുതിയ ഭിന്നിപ്പുണ്ടാകും, പള്ളികളെ ബാധിക്കും, മദ്രസകളെ ബാധിക്കും എന്നതുകൊണ്ടാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പോകരുത്. അത് പത്രത്തിൽ അച്ചടിച്ചുകൊണ്ട്. പക്ഷേ ശിഹാബ് തങ്ങളെ വാക്ക് പോലും ധിക്കരിച്ചുകൊണ്ട്, മുഷാവറയുടെ തീരുമാനം ധിക്കരിച്ചുകൊണ്ട് അവർ സമ്മേളനം നടത്തി. ഒഫീഷ്യലായ ഒരു സംഘടന എടുത്ത തീരുമാനം, നമ്മുടെ ഒരു പള്ളി കമ്മിറ്റി ചെന്നിട്ട് തീരുമാനം എടുക്കുക, വേണ്ടാന്നൊരു തീരുമാനിക്കുക, അതിൽപ്പെട്ട കുറച്ചാളുകൾ അപ്പുറത്ത് പോയി ആ പരിപാടി നടത്തുക. എന്ത് ചെയ്യും ആ പള്ളി കമ്മിറ്റി? ഗ്രാമപ്രദേശത്തെ സാധാരണ പള്ളി കമ്മിറ്റിയാണെങ്കിൽ അവർക്കെതിരെ നടപടിക്കൂലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറ വിളിച്ചു. 89 ഡിസംബർ മാസം 18 മുഷാവറ, 88 ഫെബ്രുവരി മാസം 18, ജനുവരി 16 തീരുമാനം ധിക്കരിച്ച് സമ്മേളനം നടത്തി. ജനുവരി മാസം സമ്മേളനം നടന്നു. സമ്മേളനം നടന്നപ്പോൾ അതിൽ 6 പേര് പങ്കെടുത്തു. ആ 6 പേരെ നോട്ട് ചെയ്ത് ഫെബ്രുവരി മാസത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ മുഷാവറ ഫെബ്രുവരി 18 ചേർന്ന് ഔദ്യോഗികമായി അവരെ സമസ്തയുടെ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ നീക്കി, മുഷാവറ മെമ്പർ സ്ഥാനം നീക്കി, സംഘടനയിൽ നിന്ന് പുറത്താക്കി. പ്രാഥമിക അംഗത്വം നിലനിർത്തിക്കൊണ്ടുപോയി പുറത്താക്കൽ മാത്രം. വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു. അവർ തിരിച്ചു വരാൻ ഉസ്താദുമാരോട് മാപ്പ് പറയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവർ പുതിയൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് അവകാശപ്പെടുന്ന വ്യക്തി. ആ വ്യക്തി അതിന്റെ ജനറൽ സെക്രട്ടറിയായി പുതിയൊരു സംഘടന അവർ രൂപീകരിച്ചു. അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോട് ഉപദേശം തേടിയപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞത്, ഒഫീഷ്യലായി സംഘടന രൂപീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയാത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയുടെ മിനിമം കോറം 10 നിങ്ങൾ 10 ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംഘടന പുനഃസംഘടിപ്പിക്കാനോ ഒരു സമാന്തരമായി വരാനോ കഴിയില്ല. പേര് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഒരു കൺഫ്യൂഷൻ, വെറുതെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ആൾക്കാരെ. വെറുതെ ഇങ്ങനെ അതേത് ഒരു ചെറിയ വ്യക്തിക്ക് പറ്റും, ഏത് ചെറിയ വ്യക്തിക്ക് അതിന്റെ പങ്കുവയ്ക്കാൻ പറ്റില്ല. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, ഇന്നൽ ബഅൂദത തുദ്മി മുത്ലഖൽ അസദ്. കൊതുകിന് സിംഹത്തിന്റെ കണ്ണിന്റെ തരത്തിൽ ചോരൊലിപ്പിക്കാൻ പറ്റും. കൊതുക് സിംഹത്തിന്റെ കണ്ണിന് ചോരൊലിപ്പിക്കും, നമുക്ക് കഴിയില്ല. കൊതുകിന് കഴിയും. അത് കൊതുകിന്റെ ശക്തിയല്ല, സിംഹത്തിന്റെ ദൗർബല്യമല്ല, ഫിത്നന്റെ ഗൗരവമാണ്. അതാർക്കും കഴിയും. അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുത്ത ന്യായത നിങ്ങൾക്ക് ഒരു വസ്വാസം ഉണ്ടാക്കാം. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടന ഒരു പേരിട്ട് വിളിച്ച് രൂപീകരിച്ചു. അതിന്റെ ബാക്കി ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്ത് രീതിക്ക്. അങ്ങനെ ഇവര് ഒഫീഷ്യലായി നിലനിൽക്കില്ല എന്നതിന്റെ വ്യക്തമായ തെളിവ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആധ്യാത്മികമായി നിലനിൽക്കില്ല എന്നതിന്റെ വറവും സൂക്ഷ്മതയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ മറുവശം, ഇനി അവർ സമൂഹത്തെ വഞ്ചിച്ചതും കുവൈത്ത് കരാർ മുതൽ അവർ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ പൊതുപ്രശ്നത്തിൽ അവർ സ്വീകരിച്ച നയങ്ങളൊക്കെ ഞാൻ പറയണം. ഒന്നും വേണ്ട, വൈകാരിക പ്രശ്നങ്ങളിൽ ഇവരെ അവർ സ്വീകരിച്ച നയം എന്താ? ബാബരി പള്ളി പ്രശ്നം വന്നപ്പോൾ നമ്മളൊക്കെ ബാബരി പള്ളിക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോ ഇവര് നാടുകളെ മൈക്ക് കെട്ടി പറഞ്ഞെന്താ? ബാബരി പള്ളിയല്ല പ്രശ്നം, പാലപ്പറ്റ പള്ളിയ പ്രശ്നം. പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? പാലപ്പറ്റ പള്ളിയ പ്രശ്നം എന്നാ പറഞ്ഞത്. ശരീഅത്ത് പ്രശ്നത്തിൽ ശംസുലമ നേതൃത്വം കൊടുത്ത പറഞ്ഞു, ശരീഅത്ത് പ്രശ്നത്തിൽ അങ്ങനെ നിൽക്കാൻ പാടില്ല, നമ്മൾ വേറിട്ട് സംഘടിക്കണം എന്നാണ്. ഒന്നിച്ചു നിൽക്കാൻ പാടില്ല. സമസ്തയുടെ ഭരണഘടന അനുസരിച്ചാണ് സമസ്ത സംഘടിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശാധികാര സംരക്ഷണം സമസ്തയുടെ ബാധ്യത ഭരണഘടനയിൽ. അതനുസരിച്ച് ശംസുലമ നിന്നപ്പോൾ അതിനെ എതിർത്തു. എന്തിനാ അവർ എതിർക്കാത്തത്? ഏത് പ്രശ്നം? പാഠപുസ്തക പ്രശ്നം വന്നപ്പോൾ മുസ്ലിം കൂട്ടായ്മയിൽ അവർ പിന്തിരിഞ്ഞു പോയില്ലേ? ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയിരുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം നശിപ്പിക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ ആർജവത്തോടെ സമരരംഗത്ത് മുസ്ലിം സംഘടനകൾ വന്നപ്പോൾ വിദയി പ്രസ്ഥാനക്കാർ പോലും സമരരംഗത്ത് ഉറച്ചുന്നപ്പോൾ അവർ പിന്മാറി. ആർക്കു വേണ്ടി? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവായ മുസ്ലിം പ്രശ്നത്തിൽ മുഴുവൻ ഇവർ സമൂഹത്തെ വഞ്ചിച്ച പാരമ്പര്യം. അതാണ് ഇവരുടെ പാരമ്പര്യം ഏത് കാലഘട്ടത്തിൽ. അത് ഒരു ഗുരുത്തക്കേടിന്റെ ഫലമാണ്, കണ്ണിക്കുസാന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. പുതുതാരിൽ അവരുണ്ടാവില്ല. അവരിൽ നിന്നും നമ്മുടെ മഹല്ലത്തുകളെ രക്ഷിക്കണ്ടേ? ആ വഞ്ചനാ സമീപനത്തിൽ നിന്ന് മഹല്ലത്തുകളെ രക്ഷിക്കണ്ടേ? ആ പൊതുപ്രശ്നത്തിൽ എങ്ങനെ രൂപീകരണ പശ്ചാത്തലം എങ്ങനെ ഞാൻ സൂചിപ്പിച്ചു. ഇവർ നേരെ കൊണ്ടുപോയിട്ട് റിട്ടേൺ കൊടുക്കും. ഞങ്ങളാണ് സമസ്തയുടെ അധികാരികളെന്ന് പറഞ്ഞ് രജിസ്ട്രാർക്ക് റിട്ടേൺ കൊടുക്കും. രജിസ്ട്രാർക്ക് കൊടുത്ത റിട്ടേൺ രജിസ്ട്രാർ വാങ്ങിവെച്ചു. കാരണം അബൂബക്കർ മുസ്ലിയാരാണ് ജനറൽ സെക്രട്ടറി, സമസ്ത എന്നാണ് പേര്. അയാൾ കത്തലേറുകൾ സ്വീകരിച്ചു. സമയമായപ്പോൾ ശൈഖുന ശംസുലമ റിട്ടേൺ കൊടുത്തു. അതും വാങ്ങിവെച്ചു. അത് വാങ്ങിവെച്ചപ്പോൾ ഇയാൾക്ക് സംശയം, ഇതും സമസ്ത, ഇതും അബൂബക്കർ മുസ്ലിം, അതും സമസ്ത. 10 കുട്ടികൾ പറഞ്ഞാൽ തന്നെ രണ്ടും സമസ്ത. രജിസ്ട്രാർക്ക് പറ്റൂലോ. മഹലിൽ ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ പറയും, രജിസ്ട്രാർക്ക് പറ്റില്ല. രജിസ്ട്രാർ അത് രണ്ടും സ്വീകരിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും സമസ്തയാണ്, രണ്ടും ജനറൽ സെക്രട്ടറിമാർ അബൂബക്കർ മുസ്ലിയാരാണ്. പക്ഷെ ഇയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കെ അബൂബക്കർ മുസ്ലിയാരാണ് പണ്ട് കാലം മുതൽ സമർപ്പിച്ചു വരുന്ന ആൾ, മറ്റത് പുതിയതാണ്. അയാൾ തിരിച്ചു കൊടുത്തയച്ചു. നിങ്ങളത് തള്ളിയെന്നോ? ആദ്യം കിട്ടിയത് തള്ളി, രണ്ടാമത് കിട്ടിയതാണ് സ്വീകരിച്ചത്.
ഉടനെ തന്നെ ഇയാൾ കോടതി പോയി ഹൈക്കോടതിന്റെ സിംഗിൾ ബെഞ്ചിനോട് പറഞ്ഞു, ഒരു രജിസ്ട്രാർക്ക് രജിസ്ട്രേഷൻ നിയമപ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് സിംഗിൾ ബെഞ്ച് അഡ്മിറ്റ് ചെയ്തു. ശരിയാണ്, രജിസ്ട്രാർ ചെയ്തത് തെറ്റാണ്. രജിസ്ട്രാർ തിരുത്തലെന്നൊന്ന് ഓർഡർ കൊടുത്തു. അപ്പോൾ രജിസ്ട്രാർ കോടതി പോയി. രജിസ്ട്രാർ കോടതി വന്നിട്ട് കോടതി വിളിച്ച് ഞാൻ എന്താ ചെയ്യുക? ഒരു നാട്ടിലൊരു കമ്മിറ്റി, ആ കമ്മിറ്റിക്ക് 2 അവകാശികൾ എന്റെ മുമ്പിൽ വന്നു, ഞാൻ എന്ത് ചെയ്യണം? ഏത് സ്വീകരിക്കണം? ഒന്ന് സ്വീകരിക്കാൻ എനിക്ക് പറ്റി, എല്ലാം സ്വീകരിച്ചാൽ ഹൂ ഈസ് ദ ഗവർണിംഗ് ബോഡി? നിങ്ങളെ ചോദ്യത ആരാ പിന്നെ ഭരണകർത്താക്കൾ? സമസ്തന്റെ 2 ഞാൻ സ്വീകരിച്ചാൽ ഒഫീഷ്യലായിട്ട് സമസ്തൻ ആരാ ഭരിക്കേണ്ടത്? ഒരു സംഘടനയ്ക്ക് ഒരേ പേരിൽ 2 ഭരണാധികാരികളെ ഫയൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ കോടതി തിരിച്ചു ചോദിച്ചു ഇയാളോട്. കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തിരിച്ചു വെച്ചു, ഏത് മാനദണ്ഡം വെച്ചാൽ നിങ്ങൾ ഒന്ന് തള്ളിയത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഒന്ന് സ്വീകരിച്ചതിന്റെ മാനദണ്ഡം 2 എണ്ണമാണ്. ഒന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി 1957 മുതൽ EK അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തി എന്റെ ഓഫീസിൽ ഫയൽ രേഖപ്പെടുത്തിയത് രേഖൻ 57 മുതൽ രേഖൻ, അത് ഒരാളാണ്. ആ ആൾ തന്നെയാണ് ഇപ്പോഴും തന്നത്, സ്വീകരിച്ചു. മാത്രമല്ല, മുഷാവറയ്ക്കെതിരിൽ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തപ്പോൾ EK അബൂബക്കർ മുസ്ലിയാരുടേതാണ് സമസ്ത, അവർക്ക് യോഗം ചേരാം, ആ മുഷാവറയ്ക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ വാദം തള്ളിക്കൊണ്ട്, ആ ഇൻജക്ഷൻ തള്ളിക്കൊണ്ടുള്ള കോർട്ട് ഓർഡർ അവർ ഹാജരാക്കിയിരുന്നു. ഈ കോർട്ട് ഓർഡറിന്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഈ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലും അത് ഞാൻ സ്വീകരിച്ചു. അത് കോടതി അംഗീകരിച്ചു. അത് കോടതി അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇനി അന്തിമ വിധിയാണ്, ഇതിനപ്പുറം ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു വിധി ഇല്ല എന്നും കോടതി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പോയിട്ട് കാര്യമില്ല, നിങ്ങളെ വിഷയം നിങ്ങളാണ് സമസ്ത എന്നല്ലേ, അത് നിങ്ങൾക്കൊരു കോടതിയിൽ പോയി തെളിയിക്കാം. അവരോട് പറഞ്ഞ അങ്ങനെ, അത് നിങ്ങൾക്കൊരു കോടതിയിൽ പോയി തെളിയിക്കാം. അതിനവർ കോടതിയിൽ പോയില്ല. ആ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് കൊണ്ട് ഞാനൊരു സാന്ദർഭികമായി മാത്രം സൂചിപ്പിക്കാം. അന്നത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സമയ ദൈർഘ്യം ഞാൻ സൂക്ഷിക്കുന്നത് ഇതാവും. അന്നത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ അവർ പറഞ്ഞ വാചകം, ഇൻ ദ കേസ് ഓഫ് എ ഡിസ്പ്യൂട്ട് വെൻ മോർ ദാൻ 1 റിട്ടേൺ ഈസ് ഫയൽഡ്, ഒരു കമ്മിറ്റിക്ക് 2 റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഹാസ് ഗോട്ട് ദ പവർ ടു ഫൈൻഡ് ഔട്ട് ആസ് ടു വിച്ച് വൺ ഹി ഷുഡ് അക്സെപ്റ്റ്. ഏത് സ്വീകരിക്കണമെന്ന് അയാൾക്ക് സ്വീകരിക്കാൻ തീരുമാനിക്കാൻ അർഹതയുണ്ട്. എന്നിട്ട് ഇയാൾ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് പറയുന്നു. EK അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത് സ്വീകരിച്ചതിന്റെ കാരണം, ബിക്കോസ് ഇറ്റ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് കോർട്ട് ഓർഡേഴ്സ്, കോടതി അനുകൂല ഉത്തരവ് അദ്ദേഹം സമർപ്പിച്ചിരുന്നു. ആൻഡ് ആൾസോ ഇറ്റ് വാസ് ബീങ് ഫോളോയിങ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പേ അയാൾ സമർപ്പിച്ചുകൊണ്ടിരുന്നു എന്നതും. എന്നിട്ട് പറയുന്നു, ദ പാർട്ടി ക്യാൻ ടേക്ക് അപ്പ് ദ മാറ്റർ ബിഫോർ എ കോമ്പിറ്റന്റ് കോർട്ട് അറ്റ് ടു ഹൂ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ ഗവേണിംഗ് ബോഡി. ഈ വിധിന്റെ അന്തിമ വിധി എന്താ പറയുന്നത്? രജിസ്ട്രാർ സ്വീകരിച്ചത് ശരിയാണ്, EK അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത ലിസ്റ്റാണ് തെറ്റ്, ഇതിൽ കേസ് പിടിച്ച കാര്യമില്ല. നിങ്ങളാണ് ഗവേണിംഗ് ബോഡി, ബാധുണ്ടോ? യു ക്യാൻ ഗോ എ കോമ്പിറ്റന്റ് കോർട്ട്, വേറെ കോടതി പോയി തെളിയിച്ചോ. ഞങ്ങളാണ് സമസ്താന്ന് കോടതി പോയി വേറെ തെളിയിക്കാൻ അവരോട് പറഞ്ഞിരിക്കുക, അവർ പോകില്ല. കാരണം എന്താ? കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം കോറം 10 വേണ്ടേ, 10 പേര് യോഗം ചേർന്ന് കൊടുക്കേണ്ട കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കേസിന് അവർ പോയില്ല. അവർ സുപ്രീം കോടതിക്ക് എന്താ പോയത്? രജിസ്ട്രാർ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞു പോയി. സുപ്രീം കോടതി അതേ വിധി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഞങ്ങളാണ് സമസ്ത എന്നൊരു കേസ് പുതിയത് തുറക്കാൻ അവർ തയ്യാറല്ല. ആ വാദം അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല. മാത്രമല്ല, അഖിലേന്ത്യാ സുന്നി ജമിയത്തിൽ അവർ രജിസ്റ്റർ ചെയ്തു. ഇവർ നേരെ വന്നിട്ട് എന്ത് ചെയ്തു? റിട്ടേൺ വീണ്ടും കൊടുത്തു. സാമ്പത്തികമായി രജിസ്ട്രാറെ സ്വാധീനിച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് റിട്ടേൺ കൊടുത്തു. രജിസ്ട്രാർക്ക് റിട്ടേൺ കൊടുക്കുന്നത് മാത്രമല്ല, പോയത്തക്കാരത് കയറി പ്രസംഗിച്ചു ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് സ്വീകരിക്കുന്നുണ്ട്. പെടുന്ന് പ്രസംഗിച്ചപ്പോൾ നമ്മൾ ഓഫീസിൽ ആളുകൾ ബന്ധപ്പെട്ടു, ജലാരിൽ ആളുകൾ ബന്ധപ്പെട്ടു, രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു. രജിസ്ട്രാർ ഇയാൾക്ക് നോട്ടീസ് കൊടുത്തു. ഇതുകൂടി വായിക്കാൻ രജിസ്ട്രാർ പച്ച മലയാളത്തിൽ അയാൾക്ക് നോട്ടീസ് കൊടുത്തു. അയാൾ പേരുണ്ട് ഇതിന്റെ മുന്നിൽ. അയാൾക്കും സമസ്തക്കും തന്ന കോപ്പി, അയാൾക്ക് കൊടുത്ത കോപ്പിയിൽ പറഞ്ഞു തരും. ഒറ്റ വാക്കുകൂടി വായിച്ച് അവസാനിപ്പിക്കാം. താങ്കൾ നിയമപരമായി അവർക്ക് നിലനിൽപ്പുണ്ടോ എന്നുള്ള ചോദ്യം. താങ്കൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും ആയതിലേക്ക് താങ്കൾക്ക് സമർപ്പിക്കാനുള്ള രേഖകളും ഉത്തരവുകളും വല്ലതും ഉണ്ടെങ്കിൽ ആയത് ഈ ഉത്തരവ് കൈപ്പറ്റി 2 മാസത്തിനകം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തുള്ള രേഖകൾ ഹാജരാക്കാത്ത പക്ഷം മേൽ ഉത്തരവ് സ്ഥിരപ്പെടുത്തുന്നതും മുൻസ്ഥിതിയിൽ ലിസ്റ്റ് ഫയൽ ചെയ്യുന്നതുമായിരിക്കുമെന്ന് താങ്കളെ അറിയിക്കുന്നു. നിങ്ങളാണ് സമസ്ത, നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇത് തന്ന് ഈ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ അതിന്റെ തെളിവ്, ഉത്തരവോ തെളിവോ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അയാൾ കൊടുത്ത തെളിവ് പരിശോധിച്ചിട്ട് രജിസ്ട്രാർ ഉത്തരവിട്ടു. ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഉത്തരവിട്ടു. രണ്ടാമത്തെ അത് കൊടുക്കുന്ന രജിസ്ട്രാർ രണ്ടാമത് കൊടുത്ത ഉത്തരവ് ഉത്തരവ് എന്താ പറയുന്നറിയോ? മെയ് 17/1/2005 നോട്ടീസിന് മറുപടി സമർപ്പിച്ചതിൽ നിന്ന്, അപ്പോഴേക്ക് കാലം കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അയാളുടെ പേരുണ്ട് AP അബൂബക്കർ മുസ്ലിയാർ ജില്ലാ രജിസ്ട്രാറുടെ നീക്കത്തിലെ ആധികാരികതയെപ്പറ്റി ചില പരാമർശങ്ങൾ നടത്തിയെന്നല്ലാതെ വ്യക്തമായ വിവരങ്ങളോ ഉത്തരവുകളോ ആധികാരിക രേഖകളോ കോടതി മുഖേനയുള്ള അനുകൂല ഉത്തരവുകളോ വിധിയോ ടിയാന്റെ മറുപടി കത്തിൽ ബോധിപ്പിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക്
ജനാബ് എ പി അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി സ്ഥാനം വഹിച്ച് തെറ്റായി സമർപ്പിച്ച ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ച് തെറ്റായി സമർപ്പിച്ച മേൽപ്പറഞ്ഞ കാലയളവുകളുടെ ഭരണസമിതി ലിസ്റ്റ് നിലനിൽക്കത്തക്കതല്ലെന്നും സ്വയം റദ്ദായതായും ഇതിനാൽ ഉത്തരവാകുന്നു. അപ്പൊ നിങ്ങൾക്കിത് സമസ്ത എന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായി രജിസ്ട്രാർ അയാൾക്ക് പച്ചമഴക്ക് രേഖാമൂലം എഴുതി കൊടുത്തു. എന്നാലും സമസ്ത എന്ന് പറഞ്ഞ് നടത്തും. പിന്നെ നമ്മൾ അതേക്കുറിച്ചൊരു കേസ് കൊടുക്കാത്ത എന്താ? അത് മുമ്പേ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുദ്ദീൻ പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ട് ഫലമില്ല. സുപ്രീം കോടതി വരെ പോകാൻ ഒരുപാട് പണം ചെലവാകും. കേസ് കൊടുത്താൽ ആ പേര് ഉപയോഗിക്കരുതെന്നൊരു വിധി വന്നാൽ പോലും വേറെന്തെങ്കിലും ചെറിയ പേര് കൂട്ടിച്ചേർത്ത് അവർ ഉപയോഗിക്കും. ഇപ്പോ അഖിലേന്ത്യാ സുന്നി ജമിയത്തിലുമാണ് ഉപയോഗിക്കുക. അപ്പോൾ സമസ്ത അല്ലെങ്കിൽ സമസ്ത കേരള സുന്നി ജമിയത്തിലുമാണ് ഉപയോഗിക്കുക. അന്ന് ശംസുലമ തമാശയ്ക്ക് പറഞ്ഞു സമസ്ത കേരള നായർ മഹാസഭയും സമസ്തയിലിടോ എന്ന് ചോദിച്ചു. സമത്താന്നുണ്ടായ മതിയുടെ സമത്താന്ന് പറയാനോ? അപ്പൊ അതുകൊണ്ട് അതിന് കേസ് കൂടിയിട്ട് ഫലമില്ല എന്ന ശൈഖുനായിട്ട് നിർദ്ദേശപ്രകാരം ആ ഭാഗത്തേക്ക് നമ്മൾ പരിശോധിക്കാനോ മുന്നോട്ട് പോകാനോ ശ്രമിച്ചിട്ടില്ല. അതാണ് ശരി. അപ്പൊ അതുകൊണ്ട് ഇത്തരമൊരു തിന്മക്കെതിരെ നമ്മുടെ മഹല്ലത്തിൽ പ്രവർത്തിക്കേണ്ട നമ്മൾ ഈ തിന്മക്കെതിരെ സമൂഹത്തോട് പറയണം. തിന്മക്കെതിരെ സമൂഹത്തോട് പറയാത്തവൻ കുറ്റക്കാരനല്ലേ? പിന്നെന്താ അമ്റും ബിൽ മഅറൂഫ? പഴയകാല ആലിമീങ്ങൾ വറോടെ രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ തണലിൽ നടക്കുന്ന മദ്രസയും പള്ളിയും ദീനി സ്ഥാപനങ്ങളും തകർക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ, അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മഹല്ല് ഭാരവാഹികളുണ്ടെങ്കിൽ അവർ യുക്തമായ മാർഗം മഹല്ല് സ്വീകരിക്കണം. നമുക്കൊന്നും വേണ്ടെന്ന് നമ്മളിങ്ങനെ മാറുന്ന പറ്റൂല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചെന്താ? വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചില്ലേ? ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഒരാള് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ സമൂഹത്തിലേക്ക് ധർമ്മം നശിച്ചപ്പോൾ രണ്ട് മലക്കുകളെ പറഞ്ഞ അവസ്ഥ ഹദീസിലില്ലേ? അർസലല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കൈനി ഇലാ അഹ്ലി ഖർയത്തിൻ, രണ്ട് മലക്കുകളെ സമീപം ഒരു സമൂഹത്തിനെ കൽപ്പിച്ചിട്ട് അന്ന് പറഞ്ഞെന്താ? ആ പ്രദേശത്തെ ജനങ്ങൾ തെറ്റ് ചെയ്തപ്പോ അൻദമ്മിറഹാ വമൻ ബിമൻ ഫീഹാ, ആ നാട്ടിലുള്ളവരെ നശിപ്പിച്ചോളി എന്ന് പറഞ്ഞു. ആ നാടിനെയും നാട്ടിലുള്ളവരെയും നശിപ്പിക്കാൻ അള്ളാഹു രണ്ട് മലക്കുകൾ അയച്ചു. മലക്കുകൾ പോയി നോക്കുമ്പോഴോ മലക്കുകൾ ഇങ്ങനെ പോയി നോക്കുമ്പോൾ കണ്ടത് ഫവജദാ റജുലൻ ഖായിമൻ യുസല്ലി ഫീ മസ്ജിദിഹി, ഒരാളൊരു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. കൗമൊക്കെ തമ്മാടിത്തത്തില്ല, മൂപ്പരിങ്ങനെ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കണം. മൂപ്പരിങ്ങനെ നിസ്കരിക്കാൻ, മൂപ്പരിക്കടുത്ത് പള്ളി ഉണ്ടാക്കാൻ നിസ്കരിക്കുന്നത് മാത്രമാണ് ആൾക്കാർക്കുള്ള പരിപാടി. മൂപ്പരിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഒരു മലക്ക് ആകാശത്തേക്ക് കയറി ചെന്നിട്ട് പടച്ചോനോട് സമ്മതം ചോദിച്ചു. പടച്ചോനെ റബ്ബനാ വജദനാ റജുലൻ, വേറൊരു ഹദീസിൽ കാണാം റബ്ബനാ വജദനാ അബ്ദക ഖായിമൻ യുസല്ലി ഫീ മസ്ജിദിഹി, പടച്ചോനെ എന്റെ ഒരു അടിമ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുന്ന ഞങ്ങൾ അവിടെ കാണുന്നത്, ഞങ്ങൾ എന്താ ചെയ്യുക? എങ്ങനെയാ നാട് നശിപ്പിക്കുക? അല്ലാഹ് പറഞ്ഞു നിങ്ങൾ അവനെയും ആ നാടും നശിപ്പിക്കണം. ആദ്യം അവനെ പിടികൂടണം. കൗമ് തെറ്റിലേക്ക് പോകുമ്പോ അതിനെതിരെ അംറും ബിൽ മഅറൂഫിന്റെ ഒരു ചെറിയ ശബ്ദം പോലും മുഴക്കാതെ അവനൊരു പള്ളി കെട്ടി നിസ്കരിക്കേണ്ടതല്ല ശരി. ഫൈനഹു മാ തഅമ്മറ വജഹു ഫീ ഖത്തു, അവൻ എന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും തിരിഞ്ഞിട്ടില്ല, ദീനിന്റെ നിലനിൽപ്പോൾ ചിന്തിച്ചിട്ടില്ല. അവനൊരു പള്ളിണ്ടാക്കി നിസ്കരിക്കാനല്ല ശരി. നിങ്ങൾ വലിയ സൂഫികളായി കൂടാനല്ല ശരി. ഈ തിന്മക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കലാണ്. ആ ബോധവൽക്കരണം തെറ്റാന്ന് പറയാൻ ആർക്കും കഴിയില്ല. ആ ബോധവൽക്കരണ യുക്തമായ മാർഗത്തിൽ കുഴപ്പമുണ്ടാക്കാതെ സമൂഹത്തെ നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ മഹല്ലത്തിനെ ഈ വൃത്തികെട്ട പ്രബോധനത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സത്യത്തിന്റെ പ്രബോധനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരു കാലത്ത് വിജയത്തെ സമൂഹത്തിൽ കടന്നു പിടിച്ചപ്പോൾ അതിനെതിരെയാണ് സമസ്ത വന്നതെങ്കിൽ ആ അധർമ്മത്തിനെതിരെ നമ്മൾ വിജയിച്ചുവെങ്കിൽ ഇതിനൊരു അധർമ്മമാണ്. ഈ അധർമ്മത്തിനെതിരെ ഗുരുനിന്ദക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് നല്ല നിലക്ക് പ്രബോധന ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം നമുക്ക് ഒരുപാട് ഡ്യൂട്ടികൾ വേറേണ്ടത് മാത്രമല്ല. സമൂഹം തെറ്റിലേക്ക് പോകുന്നു, തിന്മ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം, അതൊക്കെ നമ്മുടെ കർമ്മപദ്ധതിയുടെ ഭാഗമായി വേറെ അവതരിപ്പിക്കേണ്ടതാണ്. ഈ വിഷയത്തിലേക്ക് ഗ്രൂപ്പ് കിട്ടുമ്പോഴേക്കും സമയം ഒരുപാട് നീണ്ടുപോകും. അത് നമ്മുടെ കർമ്മരംഗത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും പൂർവ്വകാല മഹത്തുക്കളായ നേതാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സദസ്സിൽ ഇത്ര മനോഹരമായി സംഘടിച്ച നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.